നമ്മൾ വീണ്ടും ഒരു കിടിലൻ ചാലഞ്ചിന് വന്നിരിക്കുകയാണ്. നമ്മൾ 6 പേരും കൂടിയാണ് ഇന്നൊരു കിടിലൻ വെറൈറ്റി ചാലഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. പേര് പോലെ തന്നെ ബിങ്കോ ചാലഞ്ച് ആണ്. അത് വെറും ബിങ്കോ ചാലഞ്ച് അല്ല, റോഡ് ട്രിപ്പ് വഴിയാണ് നമ്മൾ ബിങ്കോ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സാധാ പോലെ കാണുന്ന ആ ഒരു 5 കോളം വരച്ചിട്ട് 25 എണ്ണം വരുന്ന ആ ഒരു ബിങ്കോ ചാലഞ്ച് അല്ല ഇത്. അല്ല, ഇത് വൻ വെറൈറ്റി ആണ് ഗൈസ്. അതായത് നമ്മൾ 6 പേരും 2 ഗ്രൂപ്പായിട്ട് തിരിയാൻ വേണ്ടി പോവാണ്. ഒരു ടീം ഒരു കാറിലും മറ്റേ ടീം മറ്റേ കാറിലും എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പും ബി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഞങ്ങൾ തമ്മിൽ സിങ്ക് പോലെ ഇരിക്കുന്നത് ചാലഞ്ച് ചെയ്ത് തീർക്കും. ടീം വർക്കാണ്. അതായത് നമ്മളിപ്പോ എങ്ങനെ ചാലഞ്ച് എന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോ റോഡ് ട്രിപ്പ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ട്രിപ്പിന്റെ ഇടയിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബിങ്കോ ഒക്കെ ചെയ്യില്ലേ, അതേപോലത്തെ ഒരു ബോർഡ് ഉണ്ടാവും. ആ ബോർഡാണ് ഗൈസിന്റെ കയ്യിലിരിക്കുന്നത്. നമുക്ക് ഓരോ ടീമിനും ഓരോരോ ബോർഡ് വീതം തരും. ആ ബോർഡിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് ഈ സ്ഥലത്ത് തന്നെ എത്തുന്നത് ആരാണോ അവരായിരിക്കും ഈ ചാലഞ്ചിലെ വിന്നർ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോ റോഡ് പോകുന്ന സമയത്ത് ഇപ്പൊ ഫസ്റ്റ് പസിലായിട്ട് നമുക്ക് ഉണ്ടാവുക ചിലപ്പോൾ ഒരു മങ്കിയെ കാണണമെന്നാണെങ്കിൽ നമ്മൾ കാറും കൊണ്ട് പോയിട്ട് ഒരു മങ്കിനെ കാണുന്നവരെ നമ്മൾ റോഡിൽ അലയണം. അതായത് വിച്ച് മീൻസ് 2 ടീമാണ്. എ ആണെങ്കിലും ബി ആണെങ്കിലും എ എന്നുള്ള ടീം മങ്കിനെ തേടി ഇറങ്ങണം, ബി എന്നുള്ള ടീം മങ്കിനെ തേടി ഇറങ്ങണം. പല ഐഡിയാസ് വെച്ചിട്ട് ഇവിടെയാണ് അപ്പൊ മങ്കിനെ കടപ്പാട് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റുന്ന മങ്കികൾ ഉണ്ടെങ്കിൽ ചിലപ്പോ ഞങ്ങൾ 6 പേരിൽ ഒരാൾക്ക് വീട്ടിൽ വളർത്തുന്ന ഒരു മങ്കിനെ അറിയുമെങ്കിലും എന്തായാലും നമ്മളൊരു മങ്കിനെ കാണാം. മങ്കിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ടിക്ക് ഇടുക. അപ്പൊ ഈ ഒരു ഷീറ്റ് നമുക്ക് റെഡിയാക്കി തന്നത് നമ്മളെ എഡിറ്റേഴ്സ് ആണ് ഗൈസ്. ഒരു സെറ്റ് ആക്കിയതാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. 12 എന്താ പറയാ ചാലഞ്ചസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ആ 12 ചാലഞ്ചസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം തിരിച്ച് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ്. അതെ, ഈ ചാലഞ്ചിൽ വിജയിക്കുന്ന ടീമിന് 10,000 രൂപ ക്യാഷ് എക്സൈറ്റഡ് ആണോ? റെഡിയാണോ? എക്സൈറ്റഡ് ആണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇതാ ലോട്ടുകൾ എഴുതിയിട്ടുണ്ട്. കപ്പിളൊന്നുമില്ല, ഇത് 2 ടീമായിട്ട് തിരിയുമല്ല. ടീം എങ്ങനെ കിട്ടുന്ന അതിനനുസരിച്ചിട്ട് ഇന്ത്യ കൂട്ടത്തിൽ ബുദ്ധിയുള്ളവരവിടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കാറിന് കൊണ്ടിട്ടല്ലോ. ആ കാറിന് കൊണ്ടിട്ട് നല്ല ചൂടാണ് കഴിച്ചു. ഇവിടെ എല്ലാവരും വേർത്തൊലിച്ചിരിക്കുക. ഞങ്ങൾ കുഴി ഷവായിരിക്കും. ഓക്കെ, റെഡിയാണോ? ഓക്കെ, ഞാനിതാ ഇടാൻ പോവുകയാണ്. ഇപ്പൊ പൊട്ടിക്കോ. ഞാൻ ടീമേ, ഞാനേ എന്റെ തുറക്കാൻ പറ്റത്തില്ല കഴിച്ചു. ഞാനും തന്നെ ഞങ്ങള് പൊട്ടിക്കും, നോക്കിക്കോ. എടാ നമുക്ക് കൊടുക്കണോ? 2 പേരോട് കൂടിയാ പറയുന്നത്. അവിടെ അവിടെ ഒരു ആന്തരി, ഇവിടെ ഒരു പെൺതരി. നോക്കി വെച്ചോ. റെഡിയല്ലേ? ഞാൻ എടുത്തു. നോക്കരുത്. ടീം ഇപ്പോഴേ പോരട്ടെ നിങ്ങള്. അല്ല, നോക്കാതെ എടുക്കണം. ആയിക്കോട്ടെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ മോശമായിരിക്കും. പക്ഷെ ലാസ്റ്റ് വരുമ്പോ ഞങ്ങൾ അടിപൊളി. അതില് ഓ ആദ്യം ഇവിടെ എത്തിക്കഴിഞ്ഞാ ഗെയിം കഴിഞ്ഞു കേട്ടോ. എടുത്തില്ലേ? ഗൈസ് നമ്മളെ കാർ സ്റ്റാർട്ട് ചെയ്ത് ഒരു മുന്നിലാ. റെഡി ഗൈസ്? ഇതിലുള്ള എന്റെ അമ്മേ റോഡ് ട്രിപ്പ് ബിങ്കോ. കാർ കയറിയിട്ടുണ്ട്. ഫസ്റ്റ് എന്താ നോക്കും? യെല്ലോ കാർ ടേക്ക് സെൽഫി, ഫൈൻഡ് ക്യാപ് വേർഡ് മാൻ. എടാ ഗുൽമോഹർ, ഫൈൻ ഗുൽമോഹർ ട്രിക്ക്. ഞാൻ പറയട്ടെ, മറ്റേ മരത്തിന് പോയി തൊട്ട് വരാല്ലേ, അത് ഇവിടെ തന്നെ ഉണ്ട്. ആ ഹോസ്പിറ്റലിന്റെ സൈഡിൽ കൂടെ എടുത്താൽ മതി. ഫൈൻഡ് യെല്ലോ കാർ ആൻഡ് ടേക്ക് സെൽഫി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വരുന്നത് ഫൈൻഡ് യെല്ലോ കാർ ആൻഡ് ടേക്ക് സെൽഫി. അതായത് കാർ എടുത്ത് സെൽഫി എടുക്കണം. അതെ, യെല്ലോ കാറിന് എടുക്കുന്നു. അപ്പൊ നിർത്തിന്റെ കാർ വേണം. നിർത്തിന്റെ കാർ വേണം. അല്ല, ഇതിൽ ഏതെങ്കിലും കാർ ഫിനിഷ് ചെയ്താൽ പോലെ ഇതന്നെ വേണമെന്നില്ലല്ലോ. ഇല്ല, അതിൽ ഏതെങ്കിലും ഫിനിഷ് ചെയ്താൽ മതി. ഓക്കെ, ആദ്യം നമുക്ക് ഇതൊന്ന് നോക്കി നോക്കാം, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. ഫൈൻഡ് യെല്ലോ കാർ ആൻഡ് ടേക്ക് സെൽഫി, ഫൈൻഡ് ക്യാപ് വേർഡ് മാൻ, ഫൈൻഡ് ഗുൽമോഹർ ട്രീ. ഇതിവിടെ തൊട്ടടുത്തുണ്ട്. നമ്മളെ മറ്റേ റോഡില്ലേ, ഹോസ്പിറ്റലിന്റെ റോഡ്. ഇതിൽ നമുക്ക് ഫൈൻഡ് യെല്ലോ കാർ ആൻഡ് ടേക്ക് സെൽഫി, ഫൈൻഡ് ക്യാപ് വേർഡ് മാൻ. അതാണ് ഹെൽമെറ്റ് വെച്ചാണ് പറയുന്നത്. അത് പോരാ. പിന്നെ ഫൈൻഡ് ഗുൽമോഹർ ട്രീ ആൻഡ് ടച്ച് ആൻഡ് ഗോ ബാക്ക്. അത് നമുക്ക് ഇവിടെ അടുത്തന്നെ ഉണ്ട്. എനിക്ക് ഓർമ്മയിലുള്ള ഒരു മരം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് അങ്ങോട്ട് പോവാം.
പോകുന്ന വഴിക്ക് വേറെ ഏതെങ്കിലും സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് പിടിക്കാം. ഇതിലിപ്പോ നോക്ക്, ഫൈൻഡ് എ ഹോം വിത്ത് ഫീൽഡ്. ഹോം വിത്ത് ഫീൽഡോ? പിന്നെ ഫൈൻഡ് എ പിങ്ക് കളർ ഷോപ്പ്. പിങ്ക് കളർ ഷോപ്പ് ഇടാൻ മറ്റേതല്ലേ ടൗണില്? അത് ഇവിടുത്തെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് മെൻഷൻ ചെയ്തിടണോ? അത് എഴുതി യെല്ലോ കാർ യെല്ലോ കാർ ഒക്കെ ഫ്ലവർ ഷോപ്പ് നമ്മൾ പോകുന്ന വഴിക്കില്ലേ? ഫ്ലവർ ഷോപ്പ് വെസ്റ്റിലുള്ളത്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ തീർക്കാൻ വേണ്ടി പോകുന്നത് ഗുൽമോഹറിയാണ്. അതെനിക്കറിയാം ഗൈസ്, എവിടെയുള്ള സ്ഥലം എനിക്കറിയാം. അതങ്ങോട്ട് പോകുന്നതിന്റെ ഇടയിൽ ബാക്കി നോക്ക്. ബാക്കി എന്താ വെച്ചാൽ ഫൈൻഡ് എ ബ്ലാക്ക് കൗ. പോകുന്ന വഴിക്കുണ്ടോ ഫൈൻഡ് എ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ നമ്മൾ അന്ന് പോയില്ലേ? ഒരു മറ്റേ ഇവിടെ അവിടെ ഒരു ഇതില്ലേ, നഴ്സറി ഇല്ലേ? ഏത് നഴ്സറി? ആ വഴിയിൽ നഴ്സറി ഇല്ലേ? അവിടെ ബട്ടർഫ്ലൈ ഉണ്ടാവോ? അഞ്ചോ, എന്റെ വീടിന്റെ മുന്നിൽ ഇപ്പൊ നായി ഉണ്ടാവില്ലേ? ഫൈൻഡ് എ ഡോഗ് ക്രോസിംഗ് റോഡ്. ക്രോസ് ചെയ്യുന്ന കിട്ടും. ഇത് നമ്മള് ക്രോസ് ചെയ്യിപ്പിക്കണം. പിന്നെന്തൊക്കെയാണ് വായിക്കി? പിന്നെ നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട്, ടീ ഷോപ്പ് ഉണ്ട്, ബസ് സ്റ്റോപ്പ്, വിന്റേജ് ടീ ഷോപ്പ്. ബസ് സ്റ്റോപ്പോ? അലിയ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾ ഈ രണ്ട് ഒരു ഹെൽപ്പ് ചെയ്യോ? ഞങ്ങൾ ഒരു ചലഞ്ച് ചെയ്തോണ്ടിരിക്കും, ഒരു ഹെൽപ്പ് ചെയ്യോ? ഈ ഡോഗിനെ ജസ്റ്റ് നിങ്ങളുടെ ക്രോസ് ചെയ്യിക്കോ? നമുക്ക് അത് ചാലഞ്ചിൽ ആഡ് ചെയ്യാനായിരുന്നു. പിന്നെ ഫൈൻഡ് എ ഡോഗ് ക്രോസിംഗ് റോഡ്. പിന്നെ ഫൈൻഡ് എ വിന്റേജ് ടീ ഷോപ്പ്. വിന്റേജ് ടീ ഷോപ്പ് പോണ വഴിക്ക് ഉണ്ടോ നോക്കാം. നോക്കി നോക്കാം. ഫൈൻഡ് എ ബസ് സ്റ്റോപ്പ് വിത്ത് ട്രീ. ബസ് സ്റ്റോപ്പ് വിത്ത് ട്രീ. ഒരു മിനിറ്റ്, ബസ് സ്റ്റോപ്പ് വിത്ത് ട്രീ. ബസ് സ്റ്റോപ്പ് വിത്ത് ട്രീ. അത് പോരാ. അതല്ല, അത് അതിന്റെ തൊട്ടടുത്തുള്ള മരമാണ്. അയ്യോ, അങ്ങനെയല്ല. അങ്ങനെയല്ല. ഈ സ്ഥലല്ലേ, അത് ആ കാണുന്ന ഗുൽമോഹർ ട്രീ ആണ്. അതെ, ഇത് കുഞ്ഞോ ഇതാ? ഇത് ജസ്റ്റ് ക്രോസ് ചെയ്യിപ്പിച്ചത്. അതെ, ഒരു സംഭവം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. അത് നല്ല കിടിലൻ ഡോഗാട്ടോ. അതിനെ കൊണ്ട് നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ചു. അത് വെട്ടിക്കാമല്ലോ. നമ്മൾ ഓൾറെഡി അത് ചെയ്ത് കഴിഞ്ഞു. യെല്ലോ കാർ ഓപ്പോസിറ്റ് വരണേ. അതെ, യെല്ലോ ഏതെങ്കിലും വണ്ടി സെൽഫി എടുക്കണതിന് മുന്നിൽ പോയിട്ട് അത് കുഴപ്പമില്ല. അഞ്ചോ, ഇനി നമുക്കുള്ളത് ഇപ്പൊ അടുത്ത് ഗുൽമോഹർ ഉണ്ട്, അതേപോലെ ബസ് സ്റ്റോപ്പ് ഉണ്ടാവില്ലേ? ബസ് സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. ബസ് സ്റ്റോപ്പ് വിത്ത് ട്രീ. ട്രീ വേണം. അതുണ്ടോ? ഓക്കെ, നമുക്ക് എന്തായാലും പോയി നോക്കാം. രണ്ടുണ്ട്, ട്രീ വിത്ത് ബസ് സ്റ്റോപ്പ്, ഗുൽമോഹർ ട്രീ. അപ്പൊ രണ്ടും അതെ, കംപ്ലീറ്റ് ചെയ്തു. 2 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ബേബി ഓൺ ബോർഡ് സ്റ്റിക്കർ. ടൗണിലുണ്ടോ? അത് നമുക്ക് എഴുതി ഒട്ടിച്ചാലോ? വാങ്ങിട്ട് ഇവിടെ ഫുള്ള് അത് വേണമെങ്കിൽ നായതാ. ഇതിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നമ്മളെന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തു. ഇത്ര പെട്ടെന്ന് അത് നടക്കുന്നു പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് ഭയങ്കര ടഫ് ആയിട്ടുള്ള സാധനം. അവരായിട്ട് എന്തൊക്കെയോ കുത്തി കുറിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ കൂടെ എന്താ പറയാ റൈഡർ ജുനാണത്. പറപ്പിച്ചെത്തിച്ചോളും. വയലോ? വയലുണ്ടല്ലോ. വയലുണ്ട്. വയലും ഒരു വീടും വേണം. ആദ്യം പോയി ഗുൽമോഹറെ. അതിന്റെ ഇടയിൽ ക്യാപ്പ് ഇട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കണേ. ക്യാപിറ്റൽ ഹെൽമെറ്റ് ഇട്ടാലേ കാണുന്നുള്ളൂ. ഇതാണ് ഗുൽമോഹർ. ആ വളവിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും ഓളും കൂടി വീഡിയോ എടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട്. ഗുൽമോഹറില് പൂ വേണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ഗുൽമോഹറിന്റെ ഇല നോക്കിയേ. അത് വെട്ടിക്ക് ഷാമിയ. ഇത് വെട്ടി. പിന്നെ നമ്മള് അതാ ഇത് ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പ് വിത്ത് ട്രീ. അതും വെട്ടി ഗൈസ്. കണ്ടോ, സെയിം ബസ് സ്റ്റോപ്പ് തന്നെ. ഈ ഫോട്ടോ അതേ സെയിം. ഇനി നമുക്ക് ബട്ടർഫ്ലൈ ആണ്. അതെവിടെ അറിയോ? അന്ന് നമ്മള് പാർക്ക് പോയില്ലേ, പഴശ്ശിരാജ. അതല്ല, ഇവിടെ ഒരു നഴ്സറി ഉണ്ട്. ആ നഴ്സറി പോയാലോ? അവിടെ ബട്ടർഫ്ലൈ ഉണ്ടാവും. ഒന്ന് നോക്കി നോക്കാം. അപ്പുറത്തെ നഴ്സറി ഇല്ലേ, അവിടെ പോയിക്കോ. അവിടെ ഡോഗ് അവിടെ ക്രോസ് ചെയ്യുമെന്ന് അറിയില്ല. റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതും കഴിഞ്ഞില്ലേ? അല്ല, അത് കുഴപ്പമില്ല. ഞാൻ ഏതാ നായിക്കോട് ക്രോസ് ചെയ്യിപ്പിച്ചോളാം. ഇവിടെ ഒന്നും പോയി നിർത്തിയാലോ. ഇനി ഇത് ഗുൽമോഹർ ആണെങ്കിൽ ഇതാണ് അഞ്ചോ. ഏത് അതിന്റെ എല്ലാം നോക്ക്. അതല്ലേ പുളി പോലത്തെ അല്ലേ? അതാ, ഇത് അത് പുളിയാ. വിന്റേജ് ടീ ഷോപ്പ്
അത് തട്ടുകടയാടാ. ടീ ഷോപ്പടി കാപ്പി ചായ അതാ അത് മതിയോ? പിന്നല്ലാണ്ട് ഇത് വിന്റേജ് ടീ ഷോപ്പ് അല്ല അല്ല. നമ്മളെ ജംഗ്ഷനിലാണ് ടീ ഷോപ്പ് എടുക്കാം. ജംഗ്ഷനിൽ കുറെ നേരം എടാ അങ്ങനത്തെ അല്ല വിന്റേജ് ടീ ഷോപ്പ് എന്ന് പറയുന്നേ. എങ്ങനെയാ പണ്ടത്തെ type എടി, ഇതാണ് bench type ഒക്കെ ചായക്കടയാടാ. ഇട്ടിട്ട്. ചായക്കട അതാ ഇത് മറ്റേ സമാമ്പറൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ കണ്ടിട്ട് ആ സാധനല്ലേ അത് വേണം. അതാണ് നമുക്ക് വേണം പോകുന്നത്. ആ ടീ ഷോപ്പ് ഉണ്ടായില്ലടാ പോയി ഇവിടെ ടീ ഷോപ്പ് ഗുൽമോഹർ ഏതോ പറയും ഗുൽമോഹർ. ഗുൽമോഹറാണോ? ഇത് ഗുൽമോഹർ അല്ല. മുന്നോട്ട് എടുക്കേ. പൂമ്പാറ്റ തന്നെ വേണം. തുമ്പിനെ കിട്ടിയത് കാര്യമില്ല. അല്ല പശുവിനെ വേണ്ടേ? പശു ഒരു ബ്ലാക്ക് പശു വേണ്ടേ? അപ്പൊ അത് വയലിൽ പോകണോ? വയലോ അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ഒരു ആലുണ്ട്, അവിടെ പോവാം. എവിടെ? ആല ഇത് അവിടെ വീടിന് അമ്പലത്തിന്റെ അടുത്തുള്ളതാ. അമ്പലത്തിന്റെ അടുത്തുള്ള നമുക്ക് ഈ ബൈപ്പാസ് കയറി കഴിഞ്ഞാൽ അവിടെ വയലില്ലേ? ആ ഭാഗത്ത് ഉണ്ടാവില്ല പശു? അപ്പൊ നമ്മള് റൈറ്റ് ട്രാക്കിലാണ് guys. ഇവിടെ നഴ്സറി ഉണ്ടോ? കുറച്ചുകൂടെ അപ്പുറത്തേക്ക്. അയ്യോ ഒരു കവർ ചെയ്ത് പോവുക കേട്ടോ മലക്ക്. ഇതാണോ അതാണോ ഗുൽമോഹർ? അഞ്ച് ഗുൽമോഹറാണ് ഏതാ? ഏത്? ഇത് ഗുൽമോഹറാ. ഇത് ഗുൽമോഹർ. ഏത്? ഇത്. ആണ്? വാ, 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 വാ. എല്ലാരും തൊട്ടോ. ഇത് ഗൈസ് ഞാനിതാ ഗുൽമോഹർ തൊട്ട് വേഗം വന്ന് തൊട്ടോ. തൊട്ട് ഗുൽമോഹർ തൊട്ട് വേഗം തൊട്ട്. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ 2 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ കാർ വിത്ത് ബേബി ഓൺ ബോർഡ് സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. അതിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം കാറിന്റെ മുകളിൽ. പിന്നെ ഇതാ പോകുന്ന വഴിക്ക് നമുക്ക് നോക്കാൻ പറ്റിയത് പോകുന്ന വഴിക്ക് നോക്കാൻ പറ്റിയത് പിങ്ക് കളർ ഷോപ്പ് ഉണ്ട്. പിങ്ക് കളർ ഷോപ്പ് അത് ഇവിടെ ഇല്ല. ഇവിടെ എവിടെയും പിങ്ക് കളർ ഷോപ്പ് ഇല്ലല്ലോ. ഇല്ല കണ്ടത് പിങ്ക് കഫേ ഇപ്പൊ ഇല്ലല്ലോ. പിങ്ക് കഫേ ഇപ്പൊ ഇല്ല. അത് ഓൾറെഡി പിങ്ക് ആണ്. അപ്പൊ നമുക്ക് ടൗണിൽ പോണം. ടൗണിൽ പോണല്ലേ? അത് നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോവാം. ഇവിടെ എവിടെയോ ഒരു നഴ്സറി ഉണ്ടായിരുന്നല്ലോ. ആ കേക്ക് ഷോപ്പിലെടുത്താ നഴ്സറി. നമുക്ക് എന്തായാലും വയലിൽ പോണം. കാരണം ഇതിലില്ലേ ഫൈൻഡ് എ ഹോം ഇൻ ഫീൽഡ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് പശുവിനെയും കിട്ടും, വീടും കിട്ടും. നല്ലൊരു ഐഡിയ. ഓരിപ്പോ മിക്കവാറും ബട്ടർഫ്ലൈനെ പിടിച്ചിട്ടേക്കും വന്നിണ്ടാവും കേട്ടോ. ഇല്ലില്ല ഈ നഴ്സറി ഇവിടെ നിർത്തിക്കാൻ സ്ഥലം ഞങ്ങൾ പോയി നോക്കിട്ട് വരാം. അല്ല എന്തോ പറക്കുന്ന എന്തോ ഒരു സാധനം കണ്ടു ഞാൻ. നമ്മളങ്ങനെ ബട്ടർഫ്ലൈനെ തപ്പാൻ വേണ്ടി പോവാണ്. ഇവിടെ നഴ്സറി ആണ്. ഞാൻ പറയുന്നത് നേരെ അങ്ങോട്ടേക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പക്ഷെ അതിന്റെ ഉള്ളിൽ ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറണ്ടേ? ബട്ടർഫ്ലൈ ഒന്നും ഇല്ല ഇവിടെ എവിടെയും കാണാനും. ഒന്നുമില്ലേ? നാച്ചുറൽ ആയിട്ടൊന്നും ബട്ടർഫ്ലൈനെ ഇപ്പൊ കാണാനില്ലല്ലോ. ആരും ആവശ്യമില്ലാത്ത സമയത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ഇവിടെ ഒന്നും കാണാനില്ല. അല്ല അത് മൈനയാ. മൈന ഇവിടെ ബട്ടർഫ്ലൈ ഇല്ല. ഇല്ല, വെറുതെ സമയം പോകും. സ്ഥലത്തേക്ക് പോവാം. ഓക്കെ ഇനി നെക്സ്റ്റ് ചായക്കട പറയും ചായക്കടല മറ്റേ ഫ്ലവർ ഷോപ്പ് വേണോ? അത് അപ്പുറത്തല്ലേ ചായക്കട. ഒരു അടുത്ത പശുവിനെ കിട്ടാൻ നമുക്ക് ഓ കറുത്ത പശൊക്കെ ഇപ്പൊ എവിടെയാ? ബട്ടറോട് ഉണ്ടാവും. ഫീൽഡ് ഭാഗത്തുണ്ടോ? ഇതില് ഈ മറ്റേ അതിന്റെ ഹോം വിത്ത് ഫീൽഡ് ആ ഭാഗത്തുണ്ടല്ലേ കറുത്ത പശു? അതിന്റെ ഹോം വിത്ത് ഫീൽഡ് അത് അങ്ങനത്തെ ഒക്കെ കിട്ടണ്ടേ? അങ്ങനെ ഞങ്ങളിപ്പോ 2 എണ്ണം കംപ്ലീറ്റ് ചെയ്ത്. ഒന്ന് ഗുൽമോഹറിനെ ടച്ച് ചെയ്ത് വരാന്നുള്ളത്, 2 നമ്മുടെ ഡോഗ് ക്രോസ് ചെയ്യാന്നുള്ളത്. ഇനി നമ്മൾ എന്തൊക്കെയാണോ ഒന്നുകൂടി വായിക്കോ? നമുക്ക് ഫൈൻഡ് യെല്ലോ കാർ ആൻഡ് ടേക്ക് സെൽഫി ഉണ്ട്. ഫൈൻഡ് ക്യാബ് ബിയർഡ് മാൻ ഉണ്ട്. ഫൈൻഡ് ബ്ലാക്ക് കൗ ഉണ്ട്. ഫൈൻഡ് ബട്ടർഫ്ലൈ ഉണ്ട്. ഫൈൻഡ് ബട്ടർഫ്ലൈ മറ്റേ പൾസറാതെ ഫൈൻഡ് ബ്ലാക്ക് കൗ ഉണ്ട്. പിന്നെ ഫൈൻഡ് വിൻറ്റേജ് ടീ ഷോപ്പ് ഉണ്ട്. യെല്ലോ കാർ ഇവിടെ ഞാൻ കണ്ടല്ലോ ഇപ്പൊ. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് മറ്റേ ഹോസ്പിറ്റലിൽ. അവിടെ യെല്ലോ കാർ ഉണ്ടതാ. അവിടെ പോയി സെൽഫി എടുത്ത് വരാം. വിന്റേജ് ടീ ഷോപ്പ് തന്നെ അല്ല വിന്റേജ് അല്ല. അത്ര വിന്റേജ് അല്ല. കുറച്ച് പുതുമയുണ്ട്. വിന്റേജ് ടീ ഷോപ്പ് ഒന്ന് ആലോചിക്കും ഷാമി. വിന്റേജ് ടീ ഷോപ്പ് ഞങ്ങൾ വന്ന വഴി വല്ലാത്തൊരു വഴിയാണ്. ആകെ 2 കാർ കത്തിച്ച് പോണ സ്ഥലമുള്ളൂ. സാധാരണ ഈ റോഡിലാണ് പട്ടിക്കുട്ടി വരെ ഉണ്ടാവാറ്. ഇതിപ്പോ 3ാമത്തെ കാറാണ്. 4 കാറ്. ഇനി അടുപ്പിക്കാൻ പറ്റില്ല ഒരു സമയം പോകുന്ന വഴി കണ്ടോ? 4ാമത്തെ കാറ്, 5ാമത്തെ കാറും ഒരു ഓട്ടോയും. അയാളടുത്ത് ഞാൻ പറഞ്ഞത് ഒന്നും അവിടെ നിർത്തി തരുമോ? ഒരു ബട്ടർഫ്ലൈക്ക് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് വരും. എനിക്ക് തോന്നി ഈ വഴിക്ക് ബട്ടർഫ്ലൈന് കണ്ടിട്ട് അങ്ങോട്ട് ആ കണ്ടിട്ട് പോയിണ്ടാവും. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. മുന്നിലാണ് കേട്ടോ ഗുൽമോഹർ ട്രീ. ഗുൽമോഹറും ബട്ടർഫ്ലൈയും. ഒരു ഗുൽമോഹർ ട്രീയും കണ്ടിട്ടുണ്ടാവും. നമ്മള് പിന്നിലാ. ഇല്ലല്ലോ, നമുക്ക് മുന്നിൽ കയറാം. പറ്റും. ബട്ടർഫ്ലൈനെ കണ്ട് ഓടി വരണോ? ആ
ടിക്കറ്റ് എടുക്കണ്ടോ ഇവിടെ? ടിക്കറ്റ് വേണ്ട, ഉള്ളിലേക്ക് വരുന്നതിന് ടിക്കറ്റ് ഉള്ളൂ. ഇവിടെ പുറത്തുനിന്ന് തന്നെ കണ്ടാ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല വേഗം പോയി ബട്ടർഫ്ലൈനെ കണ്ടിട്ടുള്ളൂ. ഗൈസ് അത് ഓറഞ്ച് കാറാട്ടോ, ഞാൻ കാണിച്ചു തരാം. ഗൈസ് അതാണ് ഞങ്ങൾ യെല്ലോ കാറാന്ന് വിചാരിച്ചത്, പക്ഷെ അത് യെല്ലോ കാറല്ല, അതൊരു കുട്ടിയുടെ ബേബി ഓൺ ബോർഡ്. ഞങ്ങള് ബേബി ഓൺ ബോർഡ് ഇവിടെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മുന്നോട്ട് എടുക്കണം, അത് ബേബി ഓൺ ബോർഡ് അല്ലേ ആ കാറിന്റെ ബാക്കില്. ഇനി നമ്മൾ നേരെ ബട്ടർഫ്ലൈനാണ് ഗൈസ് കാണാൻ പോകുന്നത്. ഇവിടെ കുറെ ബട്ടർഫ്ലൈ ഉണ്ട്. ഇതിലൂടെ ഇവിടെ ബട്ടർഫ്ലൈനെ വളർത്തുന്ന അങ്ങനത്തെ ഒരു സംഭവമില്ലേ? അതായത് ഇവിടെ ഏതോ ഒരു ചെടീന്റെ മുകളിൽ ഒരു ലോഡ് ബട്ടർഫ്ലൈ ഉണ്ടാവാറുണ്ട്. ഒരു ബട്ടർഫ്ലൈ കിട്ടി. അപ്പോ ഫൈൻഡ് എ ബട്ടർഫ്ലൈ അത് കഴിഞ്ഞു. കിട്ടി മോനെ, കിട്ടി. ഒരു 4-5 ബട്ടർഫ്ലൈനെ കിട്ടി. കൂടിപ്പോയാ കുഴപ്പമൊന്നുമില്ല. എന്ത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് യെല്ലോ കാർ വേണം, പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക് പശു വേണം, പിങ്ക് കളർ കപ്പയും വേണം, അല്ല പിങ്ക് കളർ ഷോപ്പും വേണം. ഇത് 3 ബീച്ച് സൈഡിലുണ്ടാവും. നമുക്ക് ബീച്ച് സൈഡിലോട്ട് പോയാലോ? ഓക്കെ. വഴി വെസ്റ്റിൽ കൂടെ പോവാണെങ്കിൽ ഫ്ലവർ ഷോപ്പും കൂടെ കിട്ടും. മൈ ലിറ്റിൽ പ്രിൻസസ് ഓൺ ബോർഡ്. അതന്നെയാണ് ഗൈസ് ബേബി ഓൺ ബോർഡ്. കിട്ടിയില്ല, പക്ഷെ ഞങ്ങൾ ഒപ്പിച്ചു. അതെ, നമുക്ക് അത് കിട്ടി ഗൈസ്, ബേബി ഓൺ ബോർഡും കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ നേരെ ബീച്ചിലേക്ക് പോവാണ്. ബീച്ചിലേക്ക് പോകുന്ന എന്താന്ന് വെച്ചാൽ അവിടെ നമുക്ക് ബ്ലാക്ക് കൗവിനെ കാണാൻ പറ്റും, പിന്നെ ബ്ലാക്ക് പശു ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും പോകുന്ന വഴി ഫ്ലവർ ഷോപ്പ് ഉണ്ട്. അപ്പൊ ഫ്ലവർ ഷോപ്പിൽ കാണാൻ പറ്റും. പിന്നെ പിങ്ക് കളർ ഷോപ്പും ബീച്ചിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ യെല്ലോ കുറെ കാർ നിർത്തിയിട്ടുണ്ടാവല്ലോ, യെല്ലോ കളർ കാർ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം. പിന്നെ ബേബി ഓൺ ബോർഡ് എന്നുള്ള ഇത് നോക്കാനുണ്ട്. പിന്നെ പോണ വഴിക്ക് ക്യാപ്പ് ഇട്ട ഒരാളെ നോക്കണം. ഇങ്ങനെ കൊറേ പണികളുണ്ട്. ഞങ്ങള് ബേബി ഓൺ ബോർഡ് കംപ്ലീറ്റ് ചെയ്ത്, ഡോഗ് കംപ്ലീറ്റ് ചെയ്ത്, പിന്നെ ഗുൽമോഹറും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ടീ ഷോപ്പോ അല്ലെങ്കിൽ മരമുള്ള ബസ് സ്റ്റോപ്പോ വീഡിയോ എടുത്താൽ മതി. ഈ പോകുന്ന വഴിക്ക് ചിലപ്പോ മരമുള്ള ബസ് സ്റ്റോപ്പ് കിട്ടും കേട്ടോ. ആ പശുക്ക് ഈ ഭാഗത്തുണ്ടെങ്കിൽ ഉണ്ടാവും ഗൈസ്. കാര്യം ഈ ഏരിയയിലൊക്കെ പശുക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവേണ്ടതാ. വയലും വീടും കൂടെ ഉള്ള സ്ഥലം അല്ലേ അത്. വയലും വീട് കൂടുള്ള സ്ഥലം ഏതാ മനസ്സിലാക്കി? നിങ്ങള് മറ്റേ പെരികം ബ്ലക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലല്ലേ, അവിടെ ഒരു വീട് വയലും ഇല്ലേ? അയ്യോ ഉണ്ട്. ഇവിടുത്തെ ഇറങ്ങിയിട്ട് നമുക്ക് ഓടിയാലോ? അവിടെ വീട് എവിടെ? വയലിന്റെ അവിടെ തന്നെ വീട് വേണ്ടേ? നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്നറിയോ, ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് മരമുള്ളതല്ലേ വേണ്ടേ? ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് മരത്തിന് അടിയിൽ. മരം മുറിച്ചടാ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ഇത് കണ്ടോ ഗൈസ്? ആ മരം മുറിച്ചിട്ടുള്ളത് കണ്ടോ? ഞങ്ങള് വഴികളായ വഴികൾ നടന്നുകൊണ്ടിരിക്കുക ഗൈസ്. ഇവിടെ വയലും വീടും ഇല്ല, ബസ് സ്റ്റോപ്പിന്റെ കൂടെ മരം ഇല്ല, ഉള്ളതാണെങ്കിൽ മുറിച്ചിട്ടുള്ളത്. ഞങ്ങളിത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊപ്പിട്ട് പോകുന്ന മൂപ്പര്. അത് കുഴപ്പമില്ല, തൊപ്പി വേണമെന്നല്ലേ ഉള്ളൂ. അത് നമുക്ക് വേണം അവരെ വിളിച്ചു വെക്കാം. ഇതിന്റെ അടുക്ക് അവലേട്ട വിളിച്ചിട്ട് ചോദിച്ച്, അതായത് ഈ തലപ്പാവ കിട്ടല് പള്ളി പോകുമ്പോ ഇടുന്ന തൊപ്പില്ലേ, അത് കണ്ടാ മതിയോന്ന്. പക്ഷെ നമുക്ക് ക്യാപ്പ് തന്നെ വേണം ഗൈസ്. തന്നെ വേണം. അങ്ങനെ ക്യാപ്പിട്ട ആളെ കണ്ടു ഗൈസ്. അപ്പൊ ഇത് നമ്മള് വെട്ടി. പക്ഷെ ബീച്ചിൽ പോയി നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടാനുണ്ട്. ബീച്ചിൽ പോയി നമുക്ക് കിട്ടും, പക്ഷെ ഈ പൂക്കട പോണ വഴിക്ക് ബീച്ചിലോട്ട് വരും. പൂക്കട എവിടെയായിരുന്നു? നമ്മൾ അങ്ങോട്ട് അതിങ്ങ റൈറ്റ്. ആദ്യം പൂക്കട കാണാം.
എനിക്ക് അതിലൂടെ വന്നാൽ മതിയിരുന്നു. പൂക്കട കണ്ടിട്ട് ഇങ്ങനെ വരികയായിരുന്നു. സത്യം. ഇനിയിപ്പോ യൂട്ടേണൊക്കെ അടിക്കാനേ കുറച്ച് പണിയുണ്ട് ഇവിടുന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയിപ്പോ എന്താ അറിയോ ശ്രദ്ധിക്കേണ്ടത്? ഇനി നമുക്കൊരു യെല്ലോ കാർ പോകുന്ന വഴിക്ക് നോക്കണം. പിന്നെ ഈ നായനെ കിട്ടലായിരിക്കും ഏറ്റവും വലിയ പണി. ക്രോസ് ചെയ്യണം. അതാണ് ഞാൻ പറയുന്നേ, നിങ്ങൾ നായന്റെ അടുത്ത് നിർത്തിക്കും, ഞാൻ ക്രോസ് ചെയ്യിപ്പിച്ചരാം. ബിസ്ക്കറ്റ് വല്ല ഭംഗിയാണ് ക്രോസ് ചെയ്യിപ്പിക്കാം. പൂക്കട ഇവിടെ അല്ലേ? ഇറങ്ങിപ്പോ ഒരു പൂവാണോ? ആ പൂവാകാം, ഒരു പൂവാകാം. ഓക്കെ, എവിടെയാ ഇവിടെ എങ്ങനെ നിർത്തിയോ? കുറച്ച് ബസ് സ്റ്റോപ്പിന് മുന്നിലായിട്ട്. അല്ല ഇവിടെ നിർത്തിക്കോ. ഇവിടെ നിർത്തിക്കോ. ആ ശരി ശരി. റിവേഴ്സ് അടിച്ചിട്ടോ, സോറി യൂട്ടേൺ അടിച്ചിട്ടോ. ബസ് സ്റ്റോപ്പ് കിട്ടിയിട്ടില്ല. അപ്പം നേരെ എന്ത് ചെയ്യാ, വെസ്റ്റിൽ അങ്ങോട്ട് പോവാ. അപ്പൊ അവിടെ എടാ വെസ്റ്റില് പൂക്കടന്റെ അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, മരമുള്ള. അങ്ങോട്ട് വിട്ടോ. അത് കഴിഞ്ഞ് നേരെ പഴശ്ശിരാജാട്ടോ. വിന്റേജ് ടീ ഷോപ്പ് കൂടി കിട്ടിയില്ല, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഒരു വിന്റേജ് ടീ ഷോപ്പാണ് ഇത്, പണ്ട് മുതലേ ഉള്ളതാട്ടോ ഗൈസ്. പൂക്കട 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 ഇതാണ് ഗൈസ് പൂക്കട. ഏട്ടാ ഒറ്റ റോസ് പൂവിന് എത്ര? 30 രൂപ. ജീപ്പ് ഉണ്ടോ? ഒരാള് ക്യാപ്പ് ഇട്ടിട്ട് ഒരാളെയായിരുന്നു ആവശ്യം. നമുക്ക് ക്യാപ്പ് ഇട്ടിട്ടുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ തൊപ്പിട്ട ആളെയും മറ്റേ മരമുള്ള ബസ് സ്റ്റോപ്പും തപ്പി ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ആദ്യം തൊപ്പിട്ട ആളെ കിട്ടി, പക്ഷെ അത് മറ്റേ പള്ളി പോകുമ്പോഴുള്ള തൊപ്പിയാണ്. അപ്പൊ നമ്മള് എന്ത് ചെയ്തു, മറ്റേ അതായത് നോർമൽ തൊപ്പില്ലേ ക്യാപ്പ്, ആ ക്യാപ്പ് ഇട്ടിട്ട ആളെ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബസ് സ്റ്റോപ്പ് വിത്ത് മരം. നമുക്ക് ബസ് സ്റ്റോപ്പ് വിത്ത് മരം വേണമായിരുന്നു. ഇത് ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ബസ് സ്റ്റോപ്പ് വിത്ത് മരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ക്യാപ്പ് ഇട്ടുള്ള ആളെയും കിട്ടി. അതിന്റെ ഇടയിൽ പിന്നെ വേറെ എന്തെങ്കിലും കൂടി കിട്ടിയല്ലോടാ, ടീ ഷോപ്പ് കിട്ടി. അത് മെയിൻ ഒരു സാധനമാണ്, വിന്റേജ് ടൈപ്പ് ടീ ഷോപ്പ് കിട്ടുക എന്നുള്ളത്. പണ്ട് മുതലേ ഇവിടെ ഉള്ള ടീ ഷോപ്പ് ആട്ടോ. ഫ്ലവർ ഷോപ്പ് ആണ് നമുക്ക് അടുത്തുണ്ട്. ആ ഫ്ലവർ ഷോപ്പും ഉണ്ട്. പിന്നെ മരമുള്ള ഇതായിരുന്നു, അത് പിന്നെ നമ്മൾ എടുത്തു. ഇനി നമുക്കുള്ളത് ഫ്ലവർ ഷോപ്പ് ആണ് ഈ അടുത്ത ഈ ഭാഗത്തുള്ളത്. പിന്നെ ഫൈൻഡ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് നമുക്ക് പഴശ്ശിരാജ മ്യൂസിയത്തിൽ പോകാൻ പറ്റും. അവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. അപ്പൊ എന്തായാലും ബട്ടർഫ്ലൈന് കിട്ടും. ഒരെന്തായാലും അങ്ങോട്ട് പോയിട്ടുണ്ടാവും, എനിക്ക് 100% ഉറപ്പാണ്. അതിവിടെ നമ്മൾ നേരെ പോകുന്നത് ഫ്ലവർ ഷോപ്പിലേക്കാണ്. ഫ്ലവർ ഷോപ്പ് ഇവിടെ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതെന്തായാലും അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആദ്യം അത് എടുത്തിട്ട് ബാക്കി നമ്മൾ ഇത്രയും സംഭവങ്ങൾ ഓൾറെഡി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ചെയ്യണം. നമ്മൾ മഞ്ഞക്കാറി പോകുന്ന വഴിക്കൊക്കെ നോക്കിക്കൊണ്ട് കേട്ടോ. ഫ്ലവർ ഷോപ്പിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഗൈസ് നമ്മളെ ഫ്ലവർ ഷോപ്പ്. ചേട്ടാ ഒരു പൂ തരുമോ? ചേട്ടാ ഒരു പൂ തരോ? എന്തായിരുന്നു ഇവിടെ? കിട്ടി ഗൈസ്, കിട്ടി. കിട്ടി. ഓക്കെ, അപ്പൊ പോട്ടെ പോട്ടെ. ശരി ശരി. കണ്ടു തോന്നുന്നു. കണ്ടോ കണ്ടോ. ഉറപ്പായിട്ടും അടുത്ത ബീച്ചിലേക്ക് വരും, ഉറപ്പാ. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരേപോലെ പോകുന്നേ അറിയില്ല, ഞങ്ങളെ ഒരേ സ്ഥലക്കാരായതുകൊണ്ടാ ഒരു പൂ വാങ്ങാൻ നിർത്തിയതാ. ഒരു പൂവാങ്ങാൻ നിർത്തി. ഓക്കെ ഗൈസ്, ഫ്ലവർ ഷോപ്പ് നമ്മള് അപ്പൊ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു നമ്മളെ പേപ്പർ കണ്ടിട്ടുണ്ട്, എനിക്ക് ഉറപ്പാ. പേപ്പർ കണ്ടില്ല. ഞാൻ മുടക്കി പിടിക്കാനും മറന്നു. ഞാൻ ഒരു കണ്ടൊരു വെപ്രാളത്തില് ഓരോ പേപ്പർ നമുക്ക് കാണാൻ പറ്റില്ല. ഇല്ല, ഒരു ബീച്ചിലെത്തിയപ്പോ നമ്മള് ബീച്ചിലെത്തിയാലേ കാര്യം നടക്കും. അതെ. ഒരു നേരെ പോയിട്ടോ, ഒരു നേരെ പോയത് എന്തായിരിക്കും അറിയോ? വിന്റേജ് ഏതെങ്കിലും ഷോപ്പ് നോക്കാനായിരിക്കും കേട്ടോ. ടീ ഷോപ്പ് ജൂനൂന് എന്തായാലും അറിയാൻ പറ്റും. ജുൻകാക്ക് അറിയും, എവിടെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതെന്തായാലും നമുക്ക് ഇവിടെ പോയാൽ കിട്ടും. ഇവിടെ ബീച്ചിൽ പോയാൽ എന്തായാലും വിന്റേജ് ഷോപ്പ് നമുക്ക് കിട്ടും. എനിക്ക് തോന്നുന്നില്ല ബീച്ചിൽ റെയിൽവേ അടവുണ്ടാവോ? അറിയില്ല കേട്ടോ. ബേബി ഓൺ ബോർഡ് നോക്കണേ ശ്രീ. ക്യാപ്പ് കിട്ടി. ഇനി ബേബി ഓൺ ബോർഡ് ആണ് മെയിൻ ആയിട്ടുള്ള. മഞ്ഞ കാറും. ഇല്ല ഞാൻ ഒക്കെ നോക്കി, അതൊക്കെ ഡോക്ടറാ. പക്ഷെ അവിടെ സെൽഫി എടുക്കാൻ പറ്റൂല, അവിടെ ഫുൾ ആൾക്കാരാ. അത് മഞ്ഞല്ല. മഞ്ഞല്ല, ഒരുമാതിരി കളറാ. അത് ഗോൾഡനാ. മഞ്ഞ ഓട്ടോ മതിയോ? മഞ്ഞ ഓട്ടോ വേണം, കാർ തന്നെ വേണം. നമുക്കത് ഷോറൂമിൽ പോയിട്ട് കാർ എടുത്താലോ? അതൊരു നല്ല ഐഡിയ ആണ്. വിന്റേജ് ടീ ഷോപ്പ്. വിന്റേജ് ടീ ഷോപ്പ് ട്ടോ, കിട്ടിയേ. യെസ്, വിന്റേജ് ടീ ഷോപ്പ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നു. ബെസ്റ്റ് ടൈം പോയി. സമയം ഒരു നേരെ പോകും. കുറച്ച് കഴിഞ്ഞാൽ അതിലും വലിയ നേരം കേൾക്കും. സാറില്ല, നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അയ്യോ, ഓക്കെ, നമുക്ക് ഇത് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം. ഈ എന്താണ് ഫീൽഡിലുള്ള വീട് നമ്മൾ കണ്ടുപിടിക്കാൻ പാടുപിടിച്ചല്ലോ. ഇത് ഫീൽഡിലുള്ള വീടാ? ഫീൽഡിലുള്ള വീട് അറിയാമെങ്കിൽ ബൈപ്പാസിലല്ലേ? ഇത് ബൈപ്പാസ്. ഇത് രണ്ട് വിക്കലാണ്.
ഇനിയിപ്പോ ഏതായാലും നമ്മള് ബീച്ചിൽ പോവാ, അത് തന്നെ നോക്കാം. ബീച്ചിൽ പോവാം, ചിലപ്പോ അവിടെ നായ ക്രോസ് ചെയ്യുന്നുണ്ടാവും. ആ ഒറ്റ മതി. എത്രയാ? 30. ഓക്കെ ഗൈസ്, നമ്മള് ഫ്ലവർ ഷോപ്പിൽ നിന്ന് പൂവ് വാങ്ങിയിട്ടുണ്ടേ. നമ്മള് പൂവ് വാങ്ങിയിട്ടുണ്ട്. ഫ്ലവർ ഷോപ്പ് മാത്രം കണ്ടതല്ല, നമ്മള് നോക്ക് ഓര് അതേ സ്ഥലത്ത് തന്നെ വന്നത്. യെല്ലോ മാത്രല്ലേ, ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ ഇപ്പൊ എത്രയാ കാണുന്നത്? ഓറഞ്ച് നോക്കുകയാണെങ്കിൽ ഓറഞ്ച് ഒന്നും പോലും ഉണ്ടാവില്ല. ആ ബട്ടർഫ്ലൈന്റെ സ്ഥലത്ത് ഒരു ആദ്യം പോയിട്ട് അത് ചെയ്തിട്ടുണ്ടാവും, എനിക്കതാ തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മള് കണ്ടുമുട്ടും. അതെ, അത് നമുക്ക് നല്ല സുഖമായിട്ട് കിട്ടിട്ടോ. ആ ഡോഗ് ക്രോസ് ചെയ്യുന്നത് അതെന്തോ ഭാഗ്യം പോലെ അല്ലേ? അല്ലെങ്കിൽ ആ ഭാഗത്തൊന്നും അതിന്റെ നായ്ക്കളൊന്നും അങ്ങനെ പോകുന്ന കാണലും കൂടില്ല. അതെ, പാവട്ടോ, നല്ലൊരു കുട്ടി. ഇവിടെ റെയിൽവേ ക്രോസിംഗ് ആണ്. ഞങ്ങള് പെട്ട് ഓരോ വഴിക്ക് വിട്ടിട്ടുണ്ടാവും കേട്ടോ. ഒരയിലൂടെ പോയിണ്ടാവും. ആ ട്രെയിൻ വന്ന്. നമ്മൾ ശരിക്കും ലോക്കായിട്ടുണ്ട്. ഒരു ട്രെയിനും കൂടെ ഇനി പോവാനുണ്ട്. ഈ സമയം കൊണ്ട് ഒരു മിക്കവാറും ഇതിൽ കുറച്ചും കൂടെ കവർ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെയാണെങ്കിൽ നമ്മള് പുറകിലാണ്. രണ്ടാമത്തെ ട്രെയിനാണ് ഗൈസ് പോകുന്നത്. എത്ര സമയം നമ്മളിവിടെ ഒരു ബീച്ചിലെത്തിയിട്ടുണ്ടാവും. ഒന്ന് കുറച്ച് സമയം എവിടെ നിൽക്കുന്നു. ഒരു ഓരോ മൈൻഡിൽ ആദ്യം പോവാ പിങ്ക് കാഫേ ആയിരിക്കും വരിക. അപ്പൊ ആ ഭാഗത്തോട്ട് തന്നെ എന്തായാലും പോയിട്ടുണ്ടാവും. പശുവിനെ കിട്ടണമെങ്കിൽ ഇവിടെ പോകേണ്ടി വരും. ബട്ടോടെ പശു ഉണ്ടാവുള്ളൂ ഇപ്പൊ. അല്ലെ പിന്നെ ബാംഗ്ലൂരൊക്കെ ആവണേ. ഞാനൊരു ബേബി ഓൺ ബോർഡ് നോക്കിക്കൊണ്ടിരിക്കുക. ബേബി ഓൺ ബോർഡ് ഇല്ല. ആർക്കും ബേബി ഓൺ ബോർഡ് ഒന്നും വേണ്ടേ? ആരെ കാറിലും ബേബി ഒന്നും ഇല്ലേ? ബേബി ഓൺ ബോർഡ് ഉണ്ടോ? ഇല്ല. ബേബി ഓൺ ബോർഡ് ഇല്ല. ഇവിടെ എവിടെയെങ്കിലും മഞ്ഞക്കാറോ ബേബി ഓൺ ബോർഡോ? ഇല്ല. ബേബി ഓൺ ബോർഡ് ഇല്ല. ഇതില്ല. ഒന്ന് ക്രോസ് ചെയ്തിരുന്നെങ്കിൽ. ഒന്ന് ക്രോസ് ചെയ്താൽ അങ്ങനെ കഴിച്ച് ഞങ്ങള് ബട്ടർഫ്ലൈനെ നോക്കിയിട്ടുള്ള അന്വേഷണത്തിലാണ്. ഇതാ കഴിച്ചത്. പോർച്ചേന്റെ കൂട്ടത്തിൽ പോയിട്ട് ഒരു സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞു വരാം. ഇവിടെ സ്ഥിരമായിട്ടുള്ള നടന്നുപോയി. താങ്ക് യു. ഓക്കെ ഇതാണ് നമ്മളെ സെൽഫിയെ. ഇനിയും വേണം മഞ്ഞവണ്ടി. അവിടെ ഇനിയൊരു മഞ്ഞവണ്ടി ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ചെറിയ കളികളല്ല, ഞങ്ങൾ പോർഷയിൽ പിടിച്ചു. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് യെല്ലോ കാറ്, പിന്നെ ബേബി ഓൺ ബോർഡ്, യെല്ലോ കാർ വിത്ത് സെൽഫിയാണ്. പശു ഇപ്പൊ ഒരു പശുവിനെ പോലും കാണുന്നില്ലല്ലോ. ഇല്ലെങ്കിൽ ഇടക്കിടക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവരുത്. ആ നായ ക്രോസ് ചെയ്യാത്ത ഒരു നായ ഞങ്ങൾ വിളിക്കട്ടെ നായനെ. അതിന് വിളിച്ചു വരുത്തിട്ട് ഒരു ബിസ്ക്കറ്റ് പോലും ഇല്ലാതെ അതിന് വിളിച്ചു വരുത്തുന്ന ഒരു മഹാപാപല്ലേ. അപ്പുറത്തെ സൈഡില് 3 നായുണ്ട്. അതിൽ ആരെങ്കിലും ഒന്ന് മോനെ ഒന്ന് പാടാ. ഇല്ലെങ്കിൽ ഇടക്കിടക്ക് വണ്ടിക്ക് മുന്നേ ചാടലുണ്ടല്ലോ. ഡോഗ് ഒന്നും ക്രോസ് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ബട്ടർഫ്ലൈനെ പിടിക്കാം. കിട്ടൂട്ടോ. അതും ബ്ലാക്ക് കൗ ആണ് പോലെ. നല്ലൊരു ചേട്ടോ പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാറാണ്. അപ്പൊ ഏതോ ഡോക്ടർക്ക് എന്താന്ന് തോന്നുന്നു. അപ്പൊ അന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്വീറ്റ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി എടുത്ത്. അങ്ങനെ ഞങ്ങൾ ബട്ടർഫ്ലൈ ഉണ്ട് എന്ന് ഉറപ്പുള്ള സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പഴശ്ശിരാജ മ്യൂസിയത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവരെ കാറൊന്നും ഇവിടെ കാണുന്നില്ല. ചിലപ്പോ അവർ ഇവിടുന്ന് എടുത്തിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, നമ്മള് ബട്ടർഫ്ലൈനെ നോക്കിയിട്ട് വരാം. അതാ ബ്ലാക്ക് കാറ്. സല്ലു അതിനെ പിടി. പോയി എടുത്തോ. വേറെന്തിയാണോ? ലാസ്റ്റത്തെ ഇത് ബേബി ഓൺ
ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിയമാണ്. ഇവിടെ കുറേ പൂക്കൾ പിന്നെ പല പല പേരുകളുള്ള ബട്ടർഫ്ലൈൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നേ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. പല പേരുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ബട്ടർഫ്ലൈ കിട്ടിയാൽ മതിയായിരുന്നു. ഒരു ബട്ടർഫ്ലൈ എന്ന് വെച്ച് ഞങ്ങളൊരു ബട്ടർഫ്ലൈനെ ചോദിച്ചിട്ട് ഞങ്ങൾ 1000 ബട്ടർഫ്ലൈനെ കൊടുത്തിരിക്കുകയാണ്. ഓരോ കോള് വരുമ്പോഴും ഓരോ കോള് ഫിനിഷ് ചെയ്തിട്ട് അവര് വിളിക്കുകയാണോ ഞങ്ങൾക്ക് ഇങ്ങനെ പേടിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. മഞ്ഞ പശു അല്ല, കറുപ്പ് പശു. അതായത് മഞ്ഞ കാറും കറുപ്പ് പശുവും കൂടെ മിക്സ് ആയിട്ട് മഞ്ഞ പശു എന്നായിപ്പോയി. നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കണേ, മഞ്ഞ പശു ഉണ്ടോ? മഞ്ഞ കാറ് ആക്കാം. അല്ലെങ്കിൽ എത്ര മഞ്ഞക്കാർ കാണാൻ കൊറേ മഞ്ഞക്കാറ് സാധാരണ കാണലുണ്ട്. ഇന്നിപ്പോ ആവശ്യമുള്ള പോലെ ഏറ്റവും മഞ്ഞക്കാറാണ്. പക്ഷെ ഉറപ്പാണ് ജൂന് ഷോറൂമിൽ കൊണ്ടിട്ടെങ്കിലും നിങ്ങൾ മഞ്ഞ ഇത് നോക്കി. ആദ്യം പിങ്ക് ഷോപ്പിലോട്ട് കൊണ്ടുപോകളെ. നിങ്ങൾ ആ സമയത്ത് മഞ്ഞ കാർ നോക്കുക. ഓക്കെ ഓക്കെ. ഈ വഴിക്ക് തന്നെ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ എന്തൊരാശ്വാസമായേനെ. എന്നിട്ട് വീട്ടിലേക്ക് എത്തണ്ടേ? അതെ. പക്ഷെ ഇതിൽ ഏറ്റവും ടാസ്ക് എന്താന്ന് വെച്ചാൽ വയലിന്റെ നടുവിലൊരു എന്താ പറയാ വീട്. പക്ഷെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. നമ്മളെ ബൈപ്പാസ് ആ ഒരു പരിസരത്ത് പോയാലേ മിക്കവാറും അതും നമുക്ക് കിട്ടും. റൈറ്റ് സൈഡ് പറ. റൈറ്റ് സൈഡിലൊക്കെ വെള്ള, ചോപ്പ്, കറുപ്പ്, നീല. പക്ഷെ മഞ്ഞക്കാറില്ലേ ഗൈസ്? മഞ്ഞക്കാർ എവിടെ? ഗൈസ് ഇപ്പൊ നമ്മൾ പോകുന്നത് പിങ്ക് കഫേയിലേക്കാണ്. അപ്പൊ പിങ്ക് ഷോപ്പുമായി. എന്നിട്ട് പോണ വഴിക്ക് നമുക്ക് നായ ക്രോസ് ചെയ്യുന്നുണ്ടോന്ന് നോക്കണം. ഒരു മഞ്ഞ കാറിന്റെ കൂടെ സെൽഫി എടുക്കണം. കറുപ്പ് പശുവിനെ വേണം. പിന്നെ ഒറ്റപ്പെട്ട വീടും വേണം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കാക്ക ഒന്ന് നിർത്തി കൊടുക്ക്. കാക്ക ഒന്ന് ക്രോസ് ചെയ്തോട്ടെ. ക്രോസ് ചെയ്യടാ, ക്രോസ് ചെയ്യടാ. ഞാൻ അപ്പുറത്ത് പോയി വിളിക്കട്ടെ. ക്രോസ് ചെയ്യും. വെയിറ്റ് എടുക്കുക. അത് ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്യടാ. മോനെ ഇങ്ങോട്ട് വാടാ. അവിടെ വണ്ടി ഒന്നും ഇല്ലടാ. അതാ ഹോട്ടലിൽ നിന്ന് ഫുഡ് വല്ലതും കിട്ടും. ഹോട്ടൽ ഷോപ്പല്ലേ അവിടെ അവർക്കെന്താ കാര്യം? ഏതെങ്കിലും ഒരു റോഡ് ക്രോസ് ചെയ്താ പോലെ അതിന് പിന്നാലെ പോസല്ലോ. പിന്നാലെ പോകാൻ പറ്റില്ല. നമ്മള് കാറായിട്ടാ പോണത്. അതാ പ്രശ്നം. അപ്പുറത്തെ സൈഡിലോട്ട് പോയി. അപ്പുറത്ത് ക്രോസ് ചെയ്യൂ. അങ്ങോട്ട് ബാക്കിൽ വണ്ടി ഉണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വേണ്ട ഞാൻ ക്രോസ് ചെയ്യുന്നുണ്ടോ? ഇല്ല അവിടെ നിൽക്കുക. ക്രോസ് ചെയ്തോ? ഇല്ല 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 ഇല്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് വളയ്ക്കാനാണല്ലേ. അങ്ങോട്ട് കളിക്കാനുള്ളത് നോക്കാം. ഞാൻ ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇല്ലട്ടോ. ഇല്ല ഇല്ല ഇല്ല. ആ ഡോഗ് അവിടെ ഇരുന്ന്. ഗൈസ് ഇപ്പൊ നമ്മള് പോകുന്നത് എന്താ വെച്ചാല് പിങ്ക് കളർ ഷോപ്പ് കണ്ടുപിടിക്കാനാണ്. മറ്റേ ഇതില്ലേ ഫസ്റ്റ് ക്രൈ എന്നുള്ള കട പിങ്ക് കളറാണ് ഞങ്ങളുടെ ഒരു ഓർമ്മ കേട്ടോ. അല്ലാതെ പോകുന്ന വഴിക്ക് ഏതെങ്കിലും പിങ്ക് കളർ ഷോപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പിങ്ക് കളർ ഷോപ്പായിട്ട് പ്രഖ്യാപിക്കും. പിങ്ക് ഷോപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. പിങ്ക് ഷോപ്പ് കിട്ടി, കൗനും കിട്ടി, പിന്നെ നമുക്ക് ഫീൽഡിലുള്ള വീടും കൂടി കിട്ടി കഴിഞ്ഞാൽ നമ്മള് കംപ്ലീറ്റ് ചെയ്ത്. ഒരു നായപ്പ അങ്ങോട്ട് പോയി ക്രോസ് ചെയ്ത് പോയതാണെന്ന് അറിയില്ല, കണ്ടില്ല. ഷാമി കഫേ നോക്ക്. കഫേ 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 പിങ്ക് 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 അല്ല പിങ്ക് കഫേ പോയി ഗൈസ്. അതല്ല നിക്കല്ല. ഓക്കെ എനിക്ക് റൈഡ് ഉണ്ട്. അതിന്റെ മുന്നേ ഒരു നായ ഇവിടെ ഉണ്ട്. അത് ക്രോസ് ചെയ്യും. അത് ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്യും. ഞാൻ ഒന്നിനില്ല മോനെ, ഈ ക്രോസ് ചെയ്തോ, ദയവ് ചെയ്ത് ക്രോസ് ചെയ്തോ. ക്രോസ് ചെയ്യടാ. ക്രോസ് ചെയ്യും. അവനെ ഓടിക്കല്ലേ, പോ മോനെ. Find a dog crossing road. ഇനി പിങ്ക് ഷോപ്പ് നമുക്ക് കിട്ടണം, ഫീൽഡിൽ ഒരു ഹോം കിട്ടണം, ഒരു മഞ്ഞ കാറ് കിട്ടണം. ഏതേ പാർക്കിങ്ങിൽ പോയ മഞ്ഞക്കാറ് കിട്ടും കേട്ടോ. ആവശ്യമില്ലാതെ ഒരുപാട് നായ്ക്കളെ കാണുന്നു. കാണാൻ നല്ല ഭംഗി. എനിക്കൊരു ഒരു കഫേ അറിയാതെ പിങ്ക് ആയിരുന്നോ എന്നുള്ളത് ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. മറ്റേ ഇവിടെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ പിങ്ക പിങ്ക അശോകപുരം ആ ഭാഗത്തേക്ക്. അവിടെ ഇവിടെ പിങ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പിടിച്ചോട്ടോ. ഇവന് കൊറേ വഴി അറിയുന്നുണ്ട്, സമാധാനമുണ്ട്. വയലും വീടും കിട്ടുന്ന ഉറപ്പുണ്ട് എനക്ക്. എനിക്ക് വയലും വീടുള്ള ഒരു നടുവിലൊരു വീടൊന്നല്ലോ, വയലിന്റെ സൈഡിലൊരു വീടല്ലേ. അങ്ങനെയാലും മതി. എങ്ങനെയാലും മതി, വയലൊരു വീടിനേ ഉള്ളൂ. ഞങ്ങള് ബ്ലോക്ക് കഴിഞ്ഞിട്ട് വേണം ഇനി പോവാൻ വേണ്ടിട്ട്. നമ്മൾ വയലുകളിലേക്കൊക്കെ നോക്കുകയാണ്. ഇവിടെയൊക്കെയുള്ള പുല്ലുള്ള സ്ഥലത്തൊക്കെ പശു ഉണ്ടോന്ന്. പിങ്ക് കടയില്ല, പശു ഇല്ല, വീടും ഇല്ല,
ഒന്നും കാണുന്നില്ല. ഓരെന്തൊക്കെ കഴിഞ്ഞു എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല ഗൈസ്. ചിലപ്പോ ഇനിയിപ്പോ ഓരൊക്കെ കഴിഞ്ഞ് അവിടെ വീട്ടിലെത്തിണ്ടാവോ, വീട്ടിലേക്കുള്ള വഴിയിലായിരിക്കോ ഒന്നും അറിയില്ല. പക്ഷെ നായ ക്രോസ് ചെയ്യുന്ന കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് ചിലപ്പോ നായിന്റെ പിന്നാലെ 5 ഓട് വരെ ചെയ്യും. 5 ആണോ 8 ആണോ ചുരുക്കാണോ ഓടിയതൊന്നും അറിയില്ല. നമുക്ക് നിർത്തിയിട്ട് യെല്ലോ കാർ കിട്ടണം, കാരണം സെൽഫി എടുക്കണം. റണ്ണിങ്ങിലുള്ളത് പറ്റില്ല. ശരിയാണോ? നമ്മള് കോഴിക്കോടിന്റെ തെരുവോരങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിന്റെ ഇടയിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടുന്നതാണ് ഞങ്ങളൊരു വിശ്വാസം. മഞ്ഞല്ല, കോപ്പർ കളർ ഒക്കെയാണ് ഞങ്ങളെ മുന്നിൽ വരുന്ന കാർ. ഗോൾഡൻ ഒക്കെ വരുന്നത്. നമുക്കിനി മഞ്ഞക്കാറ്, പശു, ഫീൽഡിലുള്ള വീട്, ഇത് മാത്രമേ ഉള്ളൂ നമുക്കിനി ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട്. ബാക്കി ഇത് മൊത്തം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഈ നട്ടുച്ച സമയമായിട്ടാണോ അറിയില്ല ഗൈസ്. നട്ട് വൈകുന്നേരം ഈ സമയമായിട്ടാണോന്ന് അറിയില്ല. പശുവിനെ ഒന്നും കാണുന്നില്ല ഇവിടെ. പശു അതാണെങ്കിൽ കറുപ്പ് പശു തന്നെ വേണം. എനിക്ക് ടെൻഷനായിട്ട് ഓരിപ്പൊക്കെ കണ്ടുപിടിച്ചിണ്ടാവോ? എനിക്ക് അതാ പേടിയാവുന്നത്. ഉരുട്ടിന് ചിലപ്പോ പെട്ടെന്ന് കിട്ടും. അങ്ങനത്തെ 2 കുരുട്ടാ ബാക്കിലിരിക്കുന്നത്. സല്ല് മെയിനായിട്ട് വണ്ടി ഓടിക്കുക. പിന്നെ ഓൻ ഒരുപാട് സ്ഥലത്ത് അതേപോലെ വഴികളൊക്കെ അറിയുന്നോണ്ട് ഓനും കിട്ടാൻ സാധ്യത ഉണ്ട്. ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുക കഴിച്ച് ഇതുവരെ നമുക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. വയലുണ്ട്, അവിടെ വയലുണ്ട്. വീടുണ്ട്. വീട് എവിടെ? ഇതാ ഗൈസ്, വയലാണിത് ഈ കാണുന്നത്. വയലിന്റെ ഇവിടെ ഒരു വീട്. ഒരു പശുവും കൂടി ചിലപ്പോ ഉണ്ടാവും, നോക്കട്ടെ. പശുവിനെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കഴിച്ചില്ലായി. നമുക്ക് നാട്ടുകാരോട് ചോദിച്ചാലോ, കറുത്ത പശുവിടെ വീട്ടിലുള്ള അത് പശുവാണോ? ഇതേതാ? അല്ല അല്ല, അത് പശു അല്ല. 2 കറുപ്പ് പോത്തുണ്ട് ഗൈസ്, പശു അല്ല. സമയം പോകും. നമുക്ക് പശു തന്നെ കിട്ടണം. പക്ഷേ ഗൈസ്, ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ ചെറുതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഞങ്ങള് തോൽക്കാനുള്ള ചാൻസസ് ആർ റിയലി ഹൈ. കാരണം ഇവിടുന്ന് ഞങ്ങൾ വിചാരിച്ച പിങ്ക് ഷോപ്പിലോട്ട് കുറച്ച് ദൂരമുണ്ട്, ഒരു 10 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. 10 അല്ല 8 കിലോമീറ്ററെങ്കിലും ഉണ്ടോ ദൂരം ഉണ്ടാവും. അവിടുന്ന് നമ്മളൊരു വയല് പ്രതീക്ഷിക്കുന്നത് ഒരു 15 കിലോമീറ്റർ അപ്പുറത്താണ്. ബൈപ്പാസ് കയറിയിട്ടൊക്കെ പോകണം. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആവാൻ ചാൻസ് ഉണ്ട്. പശു ഒന്നുമില്ല കേട്ടോ ഇവിടെ. പശുവിനെ കാണാതെ വിലപിച്ചോണ്ടിരിക്കുക അവിടെ. വൈകുന്നേരം ഇരുടായി കഴിഞ്ഞാൽ പശു വീട്ടിൽ പോകും. അതിന്റെ മുന്നേ നമ്മൾ കയറണം. ശരിയാണ്, ഇരുടാവുന്നവരെ പോവും. അവിടേക്ക് നോക്ക്, അവിടെ പിങ്ക് കളർ ഷോപ്പ് ഉണ്ടോ? ഒന്നിട്ട് ഇനിയിപ്പോ 2 വീടുകളുള്ളൂ, പിങ്കും. ഇനി പിങ്കും മുമ്പ് പിന്നെ പശു. അവിടെ തിരി വിളിക്കോ? എടാ അത് വയലിന്റെ വീടാണോ? അതും വയലിൽ വിടാ. അത് മതി, ഇപ്പൊ നമ്മള് കണ്ടാ പോരെ. വൈറ്റ് അല്ലേ? വൈറ്റാ? ഞങ്ങള് കറുത്ത ആടിനെ കണ്ട്. പശുവില്ല, പശുവിനെ മാത്രം കിട്ടുന്നില്ല, കറുത്ത ആടിനെ കണ്ട്. ഞങ്ങള് പശുവിനെ തേടി ഇറങ്ങിയതാ. പശു മാത്രല്ല, പശുവിനെ മാത്രം കിട്ടുന്നില്ല. ഒരു കറുപ്പ് കളർ പശു. ഇതിൽ നമുക്ക് വേറെ വഴിക്ക് കയറാനുള്ളതുണ്ടോ? ആല പശുവിന്റെ ആല ആണോ? പശുവിന്റെ ആല പോലെ ഉണ്ട്. എടാ അവിടെ ഇല്ലെങ്കിൽ അവിടെ നമ്മള് ഞങ്ങള് പോകുന്ന വഴിക്ക് ഒരു പശുവിന്റെ ആല പോലെ കണ്ട. അവിടെ കേറി ഇരിക്കാലോ. ഓരോട് നിങ്ങളവിടെ കറുപ്പ് പശു ഉണ്ടോന്ന് ചോദിക്കാലോ. അവിടെ അടുത്ത സൈഡിൽ നോക്ക്. അത് ഓറഞ്ച് കളറല്ലേ? ഓറഞ്ച് കളർ ഗൈസ്. ഇപ്പൊ പിങ്ക് ലോറി വരെ കാണുന്നു. പച്ച പോളോ, പിങ്ക് ലോറി, ഇങ്ങനെ പല പല അതേപോലെ പോത്തുകൾ, പശു ഇതൊക്കെ കണ്ട്. പക്ഷെ ആവശ്യമുള്ള കണ്ടില്ല. ഗൈസ്, ആ കാറിനുള്ളിൽ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഇറങ്ങിപ്പോയി സെൽഫി എടുക്കാൻ പറ്റില്ല. പക്ഷെ മഞ്ഞ കാറിന്റെ കൂടെ സെൽഫി. ഗൈസ്, ഇങ്ങനെ തല്ല് കിട്ടായിരിക്കും. എന്തായാലും ഒരു നമ്പർ പ്ലേറ്റും ആൾക്കാരൊക്കെ ഞങ്ങൾ മറക്കുന്നതായിരിക്കും. വിത്ത് യെല്ലോ കാർ. ഇതില് കണ്ട കാറ് പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം മഞ്ഞ കാറിന്റെ കൂടെ ഒറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. നേരെ ബൈപ്പാസിലും കൂടി പോയേക്കാം. ബൈപ്പാസിന് അവിടെ ഫുള്ള് വയലും കാര്യങ്ങളൊക്കെ ഉള്ളതാ. ചിലപ്പോ കിട്ടി ചേർമലത്ത് കൂടെ പോവാണെങ്കിൽ ഒറ്റ ട്രെയിൻ. ഇതിപ്പോ നമുക്ക് പോകുന്ന വഴി ഏതാണ്? ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ബൈപ്പാസ് എത്തി.
ബൈപ്പാസ് നേരെ ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് വന്നോക്കാം. എടാ എനിക്ക് ടെൻഷൻ ഈ ആവുന്നു. ടെൻഷൻ ആവണ്ട, വെയിറ്റ് ആക്കി നമുക്ക് പിങ്ക് ഷോപ്പ് മാത്രം ആ പിങ്ക് ഷോപ്പ് നമുക്ക് ആദ്യം പിടിച്ചാലോ? പിങ്ക് ഷോപ്പ് നമ്മുടെ മൂഴിക്കലുണ്ട് തോന്നുന്നുണ്ട്. അതോ എവിടെ എത്തണോ അത്? അവിടെ തൊട്ടടുത്ത് അത് പാറപ്പിടിത്തില്ലേ? മൂടിക്കൽ ഇവിടുന്ന് എടുത്തായോ? പിങ്ക് ഷോപ്പിന്റെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഇവിടേക്ക് എത്താന്നുള്ളത് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ ബ്ലോക്കിൽ അങ്ങോട്ട് കൂടെ പോയി വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോകും. നമ്മളിപ്പോ ജുനുവിന്റെ നാട്ടില് എന്റെ വീടിന്റെ അടുത്ത് വല്ല പശു ഉണ്ടോ നാളേക്ക്? ശരിക്കും ഇവിടെ ഒരു പശുവിനെയൊക്കെ എപ്പോഴാ കണ്ടത്? നമ്മളാ ബീച്ചിന്റെ അവിടേക്ക് പോകുമ്പോ ഭീഷണികളൊക്കെ നമ്മള് കാണില്ല. പശുക്ക് അന്യം നിന്ന് പോയോ? മൂരിയാണ്, പശുവല്ല. ആ ഇതൊരു പിങ്ക് ഷോപ്പ് അല്ലേ? അതാ ബർജർ, ഇത് മൊത്തം പിങ്കാ ഗൈസ്. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? പിന്നെന്താ? അത്രേ പിങ്ക് കിട്ടാളൂ. മാത്രമേ ഉള്ളൂ. ഓക്കെ ഇനി പശു. പശു മാത്രമേ ഇനി നമ്മൾ എനിക്ക് ഈ പിങ്കിലൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇപ്പൊ എനിക്കൊരു ടെൻഷൻ, ആ പിങ്ക് ഓക്കെ അല്ലേന്ന്. ആ പിങ്ക് ഓക്കെ അല്ലേ? ഞങ്ങൾക്ക് പോത്തിനെ കണ്ടു കിട്ടി, കറുപ്പ് കളർ, അവിടെ പുല്ല് മേഞ്ഞോണ്ടിരിക്കുന്നു. പക്ഷെ പശു അല്ല. അയ്യോ എന്തൊരു കഷ്ടാണ്. ഞാൻ വിചാരിച്ച് കിട്ടീന്ന്. എന്തോ കിടപ്പുണ്ടാ ഒരു ചെറിയ സാധനം. ആടാവോ ശരിയ പശുവാണെന്ന് തിരികെ ആളെ കിടപ്പ്. ഞാൻ തുടങ്ങുന്നു. ഞാനും വരാം. ഞാനും വരാം. ഗൈസ് ഇവിടെ എന്തോ ഈ വയലില് എന്തോ കിടക്കുന്നുണ്ട്. പശുവാണോ പട്ടിയാണോ ആടാണോ എന്നൊന്നും അറിഞ്ഞൂടാ. അത് പോത്താ ഗൈസ്. ടൗൺ ഭാഗത്തൊന്നും പശുവിനെ കിട്ടൂല. മൂരി പോത്തുന്നല്ലാണ്ട് വേറെ പശുവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വയലിന്റെ ഭാഗത്ത് തന്നെ പിടിക്കണം. അല്ല ഞാൻ വിചാരിച്ചത് പിങ്ക് ഷോപ്പിൽ ചെറിയ കൺഫ്യൂസിലാണ്. നമുക്ക് പണി കിട്ടുമോ? എന്തായാലും ഇനിയിപ്പോ പശു എന്നിട്ട് ബാക്കി നോക്കാം. ഗൈസ് നമ്മളിതാ ഈ ഫൈൻ യെല്ലോ കാറ് കംപ്ലീറ്റ് ചെയ്ത്, ക്യാപ്പിട്ട ആള് കംപ്ലീറ്റ് ചെയ്ത്, ഗുൽമോഹർ ട്രീ കംപ്ലീറ്റ് ചെയ്ത്, കവ് മിസ്സിംഗ് ആണ്. ബട്ടർഫ്ലൈനെ കിട്ടി, ഡോഗിനെ നടത്തിച്ചു, ടീ ഷോപ്പ് കിട്ടി, ബസ് സ്റ്റോപ്പ് വിത്ത് ട്രീ കിട്ടി, ബേബി ഓൺ ബോർഡ് കിട്ടി, ഫൈൻ്റെ ഫ്ലവർ ഷോപ്പ് കിട്ടി, അവിടെ നിന്ന് പൂ വരെ വാങ്ങി, ഫൈൻ്റെ പിങ്ക് കളർ ഷോപ്പ് നമ്മൾ പെയിന്റിന്റെ കട ഉണ്ടായിരുന്നു ഗൈസ്, അത് നമ്മളാക്കി. പിന്നെ ഫീൽഡിൽ ഒരു വീട് നിൽക്കുന്നത് അതും എടുത്ത്. പശു മാത്രമാണ് നമ്മളതാക്കിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. പശുവിനെ മാത്രമാണ് നമുക്ക് കിട്ടാത്തത്. ഏത് ഏതോ ഒരു ആന പോലെ കണ്ടു. ഞാൻ ഇതിലെ വരല് വീട്ടിൽ നിന്നോട് ഇടയ്ക്ക് ചില ടൈമിൽ ബൈപ്പാസിലേക്ക് ആലത്തീര് കണ്ട അവിടെ വൈക്കോലൊക്കെ അതാടാ മേലെ വൈക്കോല് ഫുള്ള്. കിട്ടി ആ വീട്ടിലുണ്ടോ? ആ ശരി ശരി. കറുത്ത പശു ഏതോ ഒരു വീടാട്ടോ അത്. ചേട്ടാ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു പശുവിനെ കാണിക്കുന്നതിൽ എടുക്കാനായിരുന്നു. ഇതാ ഗൈസ് കറുത്ത പശു. കറുത്ത പശു ഒന്നല്ല ഗൈസ്, കണ്ടോ? ഗൈസ് നമ്മൾ ഒരു പശുവിനെ ചോദിച്ചു, എത്ര പശുവിന് 3-4 പശുവിനെ കിട്ടിട്ടോ. സമാധാനം കാറ് വളയ്ക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ കണ്ടോ അതിന്റെ മുകളില് ആ വീട് അവിടെ നിൽക്കും. അവിടെ ഒരു ലോഡ് പുല്ലുണ്ട്. ഇതാ അവിടെ ഒരു ലോഡ് പുല്ലുണ്ട്. അത് വരുന്ന വഴിക്ക് കണ്ടതാണ്. അപ്പോഴാണ് ഇവിടെ പിന്നെ ഒരു കുട്ടീനോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഏതെങ്കിലും അറിയോ പശുള്ള വീട്. അപ്പൊ ആ കുട്ടി ഇതിലേ പോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചു വന്ന് പറഞ്ഞു തന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പശുവിനെ നമ്മള് കണ്ടുപിടിച്ച് അത് നമുക്ക് കിട്ടി. നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ പിങ്ക് ഷോപ്പ് അത് ഉറപ്പാണോ അത് പ്രോപ്പർ ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോകാൻ പോവാണ്. റിസ്ക് എടുക്കാൻ പറ്റൂല. അവരെ വിളിക്കുന്നത് ഹലോ അല്ല ഫുള്ള് പിങ്ക് വേണടാ. ഞങ്ങള് വേറെ കളർ ഒന്നും പറ്റൂല. പറ്റില്ല, ഓപ്പണും ആയിരിക്കണം. അല്ല ഫുൾ പിങ്ക്. അതായത് അടച്ചിട്ട് ബിൽഡിംഗ് പോലത്തെ പറ്റില്ല. പിങ്ക് അടച്ചിട്ടതും പറ്റൂല, ഓപ്പണും ആയിരിക്കണം. ഷോപ്പ് ഓപ്പൺ ആയിരിക്കണം. അതായത് ഈ പിങ്ക് ബിൽഡിംഗ് അതൊന്നും കാണിച്ചിട്ട് കാര്യമില്ല, ഷോപ്പ് ആയിരിക്കണത്. ഒരു അടച്ചിട്ട ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു പിങ്ക്, അത് അടച്ചിട്ട് 2-3 ഷോപ്പ് ഉണ്ട്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. അതെ പിങ്ക് ഷോപ്പ് നമുക്ക് കിട്ടണം, ഫീൽഡ് ഇതാ ഇത് കിട്ടണം, പിന്നെ ഒരു ബ്ലാക്ക് പശുവിനെയും കിട്ടണം. ബാക്കിയുള്ളൊക്കെ നമ്മള് കംപ്ലീറ്റ് ചെയ്ത് കറങ്ങി ഛർദിക്കാൻ വരുന്നത്.
ഗൈസ് നമ്മളിപ്പോ പിങ്ക് ഷോപ്പ് അന്വേഷിച്ചു പോവാണ്. ഈ ഒരു വഴിയിലാണ് പിങ്ക് ഷോപ്പ് വരുന്നത്. ഞാൻ കണ്ടത് ഈ വഴിയിലാണ്. അതെ, ഞാനും കണ്ടിട്ടുണ്ട് ഈ ഒരു വഴിയിൽ കേട്ടോ. ഞങ്ങള് എടുത്ത പിങ്ക് ഇത് പോരാഞ്ഞിട്ട് വേറെ ഏതെങ്കിലും കൂടി ഒരു സേഫ്റ്റിക്ക് പിങ്ക് എടുക്കാന്ന് വിചാരിച്ചിട്ട് പിങ്ക് കട തേടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, പശുവിനടക്കം ഞങ്ങള് വീട്ടിൽ കയറിയിട്ട് എടുത്ത്, പക്ഷെ പിങ്ക് കട മാത്രം കിട്ടുന്നില്ല കേട്ടോ. ഇതൊരു പിങ്ക് കടയാണ്. പിങ്കും വൈറ്റും കൂടി ഇതൊക്കെ പറ്റൂലെന്നാ ഞാൻ ചോദിക്കുന്നത്. ടൗണിലേക്ക് ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് ഞങ്ങള് കൊറേ കറങ്ങി ഇപ്പൊ ലാസ്റ്റ് പിങ്ക് തേടിയിട്ട് ടൗണിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. 2 പിങ്കിന്റെ സാധനങ്ങൾ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കൺഫേം അല്ലാത്തത് കൊണ്ട്, ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ വേറെ പ്രോപ്പർ ആയിട്ട് പിങ്ക് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തപ്പിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ബീച്ചിന്റെ സൈഡിലോട്ടാണ് ഇപ്പൊ ഞങ്ങൾ പോകാൻ പോകുന്നത്. അവിടെ എന്തെങ്കിലും ഉണ്ടാവും വിചാരിച്ചിട്ട് പോവാ. അതെ, അടുത്ത സൈഡിൽ കാണുന്നല്ലേ? അടുത്ത സൈഡിൽ നോക്ക്, അടുത്ത സൈഡിൽ നോക്ക്. പിങ്ക് കളർ, കറക്റ്റ് പിങ്ക് കളർ ഗൈസ്. ഒന്നുമില്ല, ഫുള്ള് പിങ്ക് ആണ്. വേറൊരൊറ്റ കളറില്ല ഗൈസ് ഈ ഒരു ഷോപ്പിന്റെ മുകളിൽ. ഫുള്ള് പിങ്ക് ആണ് ഗൈസ്. ഇതേപോലത്തെ ഇതിലുള്ള അതേപോലത്തെ ഷോപ്പ് കിട്ടി ഗൈസ്. ഇനി വേണ്ടത് നമുക്ക് പശുവിനെയും വയലിലുള്ള ഒരു ഒറ്റപ്പെട്ട വീടിനെയാണ്. ആദ്യം വയലിലോട്ട് പോവാം. അവിടെ മിക്കവാറും പശു ഉണ്ടാവും. ഓക്കെ, നേരെ ബൈപ്പാസ് പിടിച്ചോ. അതെ ഗൈസ്, ഞങ്ങൾക്ക് കറങ്ങി ഛർദിക്കാൻ തലയൊക്കെ ചുറ്റത് എന്തൊക്കെയോ ആവുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇനി ആകെ 2 ബാക്കിയുള്ളൂ. അതും വളരെ തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള 2 സാധനം. ഒരു വയലിൽ വീടും ഒരു പശു. അത് മാത്രമേ ഇനി കിട്ടാനുള്ളൂ. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടാസ്ക് കംപ്ലീറ്റഡ് ആയിട്ട് നമുക്ക് വീട്ടിലെത്തണം. ഏകദേശം വീടിന്റെ ആ ഒരു ഭാഗത്തേക്കുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വയല് വീടിന്റെ ഭാഗത്ത് തന്നെ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവ് അല്ലേ? 2-3 കിലോമീറ്റർ ചുറ്റളവിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഫൈനൽ സ്ഥലത്തേക്ക് നമ്മൾ പോകും. എന്നിട്ട് ഇവിടെ ഓരോ കോൾ ചെയ്യാം. അപ്പത്തേക്കും അവിടെ എത്തുമെന്ന് അറിഞ്ഞൂടാ. ഇനി എത്തിണ്ടോന്ന് പറഞ്ഞൂടാ, പറയാൻ പറ്റില്ല. അടുത്ത 2 മിനിറ്റിനുള്ളിൽ കോൾ വരാൻ മതിയോ? അതെ, പറയാൻ പറ്റൂല. ഒരു ചിലപ്പോ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതിപ്പോ ഈവനിങ് ആയി, നല്ല റഷിന്റെ സമയത്താണ്. ഓഫീസ് വിടുന്ന സമയമാണ്, സ്കൂള് വിട്ട സമയമാണ്, എല്ലാം ഭയങ്കര റഷ്. എല്ലായിടത്തും ഭയങ്കര സിഗ്നൽ ഉള്ള സമയമാണ്. ഞങ്ങൾ തന്നെ സിഗ്നൽ ഇപ്പൊ നല്ല സമയം ഇപ്പൊ മക്കനെ പോയി ഉണ്ടാവും. നമുക്ക് നല്ല സമയം പോയി. പക്ഷെ ഇനിയിപ്പോ 2 ഉള്ളൂ എന്നുള്ള സമാധാനത്തിലാണ് ഗൈസ് നമ്മള്. അപ്പൊ ഇനിയിപ്പോ വയല് തപ്പി നമുക്ക് പോവാം. പിങ്ക് ഷോപ്പ്, ഇതെങ്ങനെ ഷോപ്പാവാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതിലൂടെ ഉറപ്പിക്കല്ലേ? ഉറപ്പല്ലേ? അങ്ങനെ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ആ നായ ക്രോസ് ചെയ്തത് ഗൈസ്, അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഒരു സാധനം കറക്റ്റ് കിട്ടും ചെയ്തത്. ഞാൻ പശുവിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഇതൊരു വയലാണ്. ഈ വയലിലേക്കാണ് ഇപ്പൊ നമ്മള് വന്നത്. ഇവിടെ വെള്ളം നിറഞ്ഞതുകൊണ്ട് തന്നെ പശുവിനൊന്നും കാണാനില്ല. ഈ വീടുകൾ അപ്പുറത്തുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് പോവാണക്കാക്ക് ഒന്ന് സൈഡാക്കി കൊടുക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ആ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് വേറെ ഈ വഴി തന്നെ ഒന്ന് പോയി നോക്കാം. ബൈപ്പാസിന്റെ സൈഡിലായിട്ട് വയലുകളും വീടുകളും പശുക്കളൊക്കെ കാണലുണ്ട്. നോക്കി നോക്കാം. വയല് 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 വയലില് വീട് ഗൈസ്. വെട്ട് 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 വയലില് വീട് ഗൈസ്. ഇത് കാണുന്ന ഫുള്ള് വയല. കേട്ടോ കേട്ടോ കേട്ടോ, പ്രൂഫ് പ്രൂഫ്. അപ്പൊ വയലിലെ വീട് കിട്ടി ഗൈസ്. ഇതാ ഗൈസ് 2 വീട്. ഇതാ കേട്ടോ, ആ വീടാണ് നമ്മൾ എടുത്തത്. അത് കണ്ടിന്യൂ ആയിട്ട് വരുമ്പോ പിന്നെ വയല്. തോട്, വയല്, തോട്, കാട് ഒക്കെ ഉണ്ട് ഗൈസ്. എല്ലാം ഉണ്ട്. ഒരു പശു മാത്രം, ഒരു പശു മാത്രം ലെഫ്റ്റ്. ഇനി ഇത് വെട്ടി ഗൈസ്. ഇനി ഒരു പശുവിന് മാത്രം, അതായത് ഞങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ സക്സസ്ഫുള്ളി ഞങ്ങളെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്ത്. ഇനി ഞങ്ങൾക്ക് ആകെ പേടിയുള്ളത് ഒരവിടെ എത്തിയിട്ടുണ്ടാവോ എന്ന് മാത്രമാണ്. ആ 10,000 രൂപ ഞങ്ങൾക്ക് നേടിയെടുക്കാനുള്ളതായിരുന്നു. ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടിട്ട് ആ പശുവിനൊക്കെ വീട്ടിൽ കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തത്. എങ്ങനെങ്കിലും ഒന്ന് ഞങ്ങൾക്ക്
ഞങ്ങളായിരിക്കണേ ആദ്യം ഫസ്റ്റ് എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഞങ്ങൾ പോവാണ്. എല്ലാരും ഭയങ്കര സഹകരണമായിരുന്നു. അതെ അതെ, ഇതുവരെ കണ്ടവരൊക്കെ നല്ല നല്ല രീതിക്ക് നമുക്ക് വീഡിയോ എടുക്കാനാണ്, അപ്പൊ വേഗം ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്നത് വളരെ കൂളായിട്ടായിരുന്നു കേട്ടോ എല്ലാരും. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നു എല്ലാവരുടെ അടുത്തൊന്നും. ഇനി നമ്മൾ വീട്ടിലെത്തും പറയാം നമ്മളാണോ ഫസ്റ്റ് നമ്മൾ സെക്കൻഡ് ആണോന്ന്. ഒരു പശുവിനെ കാണുന്നുണ്ട്. പശുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടാ ഇത് പശുവാണോ? പോത്താ? പോത്താ രണ്ടും? അത് പോത്താണ്, പശുവല്ല. പോത്താ 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 രണ്ടും പോത്താ. അല്ല പശു എവിടെ ഉണ്ടോന്ന് ചോദിച്ചൂടായിരുന്നു. അയ്യോ ഞാൻ എങ്ങനെ ഇവിടെ ഇവിടെ പശു ഉണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചേനെ. പശുവല്ലേ വേണ്ടേ? അതെ, ഞാൻ പശുവിനെ തരും. പശുവിനെ തരുമോ? വാങ്ങി തരുമോ? അത് ഇവിടെ തെറ്റി കഴിഞ്ഞാൽ ഇവിടെ പശു ഉണ്ടാവും. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു എന്റെ മനസ്സ് പറയും ഇവിടുത്തെ കൂടെ കുറച്ച് വയലുണ്ട്. ഞാൻ കളിച്ചിടുന്ന സ്ഥലമാണ് കേസൊക്കെ. ഞാനും കാക്കാ എനിക്ക് അറിയുന്ന വീടുണ്ട് പശുള്ള. റൈറ്റിലേക്ക് എടുക്ക്, റൈറ്റിലേക്ക് എടുക്ക്. അവിടെ കൂടെ പശു ഉണ്ടാവും. ആ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. റൈറ്റിലോട്ട് എങ്ങനെ? ഈ വഴി, ഈ ഫുട്പാത്ത് വഴി ഫുട്പാത്ത് കാർ പോല. ആ വീട്ടിൽ ഇപ്പൊ പശു ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും. ഗൈസ് ഇതൊക്കെ ഞാൻ പണ്ട് കളിച്ച് നടന്ന വഴിയാണ് ഗൈസ്. അപ്പൊ എത്തിയിട്ടില്ല ഗൈസ്. ഞങ്ങൾ എന്താണെന്നറിയോ, ഞങ്ങള് വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ. കാര്യം നായി ക്രോസ് ചെയ്യുന്ന വേണം വെറുതെ ഒരു ചോദ്യം നോക്കിയത്. അവരത് കഴിഞ്ഞോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ പറയാം ഭാഗ്യം വേണമെന്ന്. നമ്മളൊക്കെ ഭാഗ്യം വേണം. അതിന് റോഡ് സൈഡ് നായ്ക്കളെ കണ്ട വണ്ടി നിർത്തിയിട്ട് നോക്കണം അവര് കണക്കുണ്ടോ ഇല്ലയോ. അല്ല പിന്നെ ഞങ്ങള് വെറുതെ ഓരെവിടെ എന്താന്ന് അറിയാൻ വേണ്ടി വിളിച്ചോക്കിയത്. അതെ ഞങ്ങൾ ഇവിടെ കണ്ടോ, ഇതുണ്ടോ ട്രെയിൻ വന്നോ? ട്രെയിനും കൂടെ വീട്ടിലെത്തും. അതാ ട്രെയിൻ പോണ്ട്. പശുവിനെ എപ്പോ കിട്ടി നമ്മള് രക്ഷപ്പെട്ടു. അയ്യോ പശുവിനെ കിട്ടോ? ആ ചേച്ചി പശുവിനൊന്ന് വിറ്റിട്ടുണ്ടാവല്ലേ? അതാ ബട്ടർഫ്ലൈ ഏതോ പോളാ. ബട്ടർഫ്ലൈ ആവശ്യമില്ല ഇപ്പൊ. റൈറ്റ് 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 ആണ്. കാക്കൊന്ന് ഇവിടെ നിർത്തി, ഞാൻ ഒന്ന് നടന്നു പോയി നോക്കട്ടെ. ഇവിടെ വളച്ചോ? ഇനി അത് പോവാൻ പറ്റുണ്ടാവില്ല. ആ നിർത്തിക്കോ നിർത്തിക്കോ നിർത്തിക്കോ. ഗൈസ് ഇതിന്റെ ഒരുപാട് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉറങ്ങിക്കിടക്കുന്ന, ബെസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് ഗൈസ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ ഞാൻ ചാലഞ്ചിലായി പോയി. ഇല്ലെങ്കിൽ ഞാൻ അവരെ പോയി കണ്ടേനെ. ഏത് ഈ വീട്ടിലോ? മെയിൻ റോഡാണോ അപ്പുറത്ത്? അത് മെയിൻ റോഡാ. ആണോ? ഒന്ന് സല്ലിനോട് വളച്ചു വരാൻ പറഞ്ഞ പോരെ? ഇല്ല വേണ്ട വേണ്ട വേണ്ട. ഉടുമ്പ് 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 അത് പോണാ. നമുക്ക് അവിടെ പശുല്ലേ? വേറെ സ്ഥലം പിടിക്കാം. നീ ഒരു സ്ഥലം പറഞ്ഞില്ലയോ? ഞാനോ? ഞാനത് കണ്ടറിയുന്നൊരു വീടാണ്. ഇവിടെ പശു ഒക്കെ ഉണ്ടാവലുണ്ട്. ഈ സൈഡിലൊക്കെ ആയിട്ട് പശു ഉണ്ടാവലുണ്ട്. ഞാൻ ഇവിടുന്ന് സൈക്കിളിൽ നിന്ന് വീണിട്ടുണ്ട്. അത് പശുവിന്റെ അടുത്തേക്കാണ് ഞാൻ വീണത്. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. ഇല്ല 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 പശു ഒക്കെ പോയി. പശുവൊന്നുമില്ല. ശ്രീ ഒരു പ്രശ്നം എന്താ അറിയോ? ഇപ്പൊ വയലിലൊക്കെ വെള്ളമാണ്. അപ്പൊ നമുക്കൊരു വീട്ടില് പശുവിനെ കിട്ടണം. വയലിൽ വെള്ളം ആയതുകൊണ്ട് പശു ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഏതെങ്കിലും പശുള്ള വീടുണ്ടോ? പശുള്ള വീടിന്റെ വീടിന്റെ അവിടേക്ക് ഇട്ടുന്ന പിന്നെ അവിടെ തന്നെ പോവല്ലേ? അതായിരിക്കും നല്ല കേട്ടോ. തൊട്ടടുത്ത് അതാ വയലിലത് വീട് 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 വയലിലൊരു വീട് വേണമെങ്കിൽ ഒന്നുകൂടെ എടുത്ത് ഞങ്ങള് വിജയം ഉറപ്പിക്കാൻ വേണ്ടി. അതെ വിജയിക്കുന്നുള്ള അറിഞ്ഞൂടെ, എന്നാലും ഞങ്ങളൊരു ആഗ്രഹത്തെ. കല്ലൂനി എന്തായാലും വീടിന്റെ അടുത്തേക്ക് വഴി അറിയില്ല. ആ വഴി അറിയണ്ടിരിക്കുമല്ലോ. റൈറ്റ് കാക്കാന്ന് ഷാമി പറയുകയാണെങ്കിൽ വേറെ എവിടെയോ ആണ്. ശരിയാ ശരിയാ ശരിയാ. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് വരെ വിളി വിളിക്കണം. ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു നായനോട് പിടിച്ച് ക്രോസ് ചെയ്യിപ്പിച്ചു. അത്ര നമ്മളെ ഇതുള്ളൂ. ഇത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇത് കടക്കുന്നു, നമ്മൾ ഏകദേശം ഫ്രണ്ടിലോട്ട് പോയിക്കോ. ഫ്രണ്ടിൽ പോയിട്ട് ഒരു വയലും കൂടി ഉണ്ട്. അവിടെ കൂടി നോക്കിയിട്ട് പശു ഇല്ലെങ്കിൽ ഏതെങ്കിലും വീട് തപ്പി പോവാം. ഓക്കെ എന്നാ എനിക്കറിയുന്ന വീട് തന്നെ പോവാറുണ്ട്. റോഡ് സൈഡിൽ ഏതെങ്കിലും ഒരു പശുവിനെ കണ്ടിരിക്കും. ആവശ്യമില്ലാത്ത സമയത്ത് ചാണകം വരെ ചാണകം ഫോളോ ചെയ്ത് പോയാൽ പശുവിനെ കിട്ടില്ലോ. വീട്ടിലെത്താനായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം എത്തുന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആകെ നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിലെത്തും. വേഗം വേഗം പോ.
എന്തായാലും ഉണ്ടാവേണ്ടിയിരുന്നേ. ഒരു പശുവിനെ മേയാൻ വിട്ടൂടേന്ന്. ഒന്നും മേയാൻ വിട്ടൂടെ. എത്ര പുല്ലാ ഇവിടെ ഉള്ളത്. നമുക്കിപ്പോ ചാലഞ്ചിന് വേണ്ടിട്ട് ഒരു പശുവിനെ ആരെങ്കിലും ഒന്ന് മേയാൻ വിട്ടിയില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും പശുള്ള വീടുണ്ടോ? കാണാൻ കിട്ടുന്നില്ല. ശരിക്കും ആൾക്കാരോട് പശുവിനെ കിട്ടിയാ മതി. ഒരു പശു സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പുല്ലൊക്കെ ആ പുല്ലൊക്കെ അങ്ങനെ ഒരു പശു ഒന്ന് എത്തി നോക്ക്. തല്ലെടുത്തോ ഉണ്ടെങ്കിൽ ഞങ്ങൾ പിടിക്കും. അവിടെ എന്തൊക്കെ ഉള്ളമാര് തോന്നുന്നുണ്ടെങ്കിൽ എടി അവിടെ ഒന്നുമില്ല. അല്ല അപ്പുറത്ത് അപ്പുറത്തേക്ക് തിരുമ്പളി പോണേ. ഒന്ന് സൈഡാക്കാൻ പറ്റുമോ? വഴി ഉണ്ടോ നോക്കട്ടെ. അതന്നെ ഞാൻ പറഞ്ഞു, അപ്പുറത്ത് എന്തോ ഒരു തല കണ്ട പോലെ തോന്നി. കാറല്ല, കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് ഇറക്കി, കുറച്ചുകൂടെ നോക്കേ. എനിക്ക് അവിടെ പശുവിനെ കാണുന്ന മാതിരി തോന്നുന്നു. അത് നമ്മളെ ഈ മരുഭൂമിയിലൊക്കെ പോയാൽ ഇടയ്ക്ക് വെള്ളം കാണുന്ന പോലെ തോന്നുന്നു, അറിയില്ലേ? അതേപോലത്തെ അല്ല അതൊക്കെ കെട്ടുകളാ, മറ്റേ ഇതുണ്ടാവല്ലോ കമ്പികൾ ഇങ്ങനെ. അതെ, അതാണ് അതാണ്. പശുവല്ല. ഒരുപാട് തടസ്സങ്ങൾ താണ്ടിയാണ് ഞങ്ങൾ ഇപ്പൊ എത്താൻ പോകുന്നത്. എന്നിട്ടും ഞങ്ങളെല്ലാം ഫസ്റ്റ് എത്തുന്നെങ്കിൽ അതെ, ഞങ്ങളുടെ വിധിയാണതെന്ന് ഞങ്ങൾ കണക്ക് കൂട്ടിക്കോളാം. പക്ഷെ ഞങ്ങൾ നല്ല എഫേർട്ട് എടുത്തിട്ട് എന്താ പറയാ, വീട്ടിൽ കയറി പശുവിനെ തപ്പി മറ്റേ ഡോക്ടറെ വണ്ടി ആ സെക്യൂരിറ്റിനോട് ചോദിച്ചിട്ട് പോയി എടുത്ത്. അതെ, അത് ഒരു ഓടി ഉണ്ടാവും. നമ്മള് പിങ്കിനൊക്കെ നോക്കി, പക്ഷെ നമുക്ക് അതുകൊണ്ടൊന്നും മറക്കായില്ല. അതെ, അങ്ങനെയല്ല, എല്ലാരും ഓടിയുണ്ട്. എന്തായാലും നമുക്ക് നമ്മൾ ഓടിയതിന്റെ ഒന്ന് പറയുമ്പോ ഒരു സുഖം, അതുകൊണ്ട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഇപ്പൊ തിരിച്ച് നമ്മള് വീട്ടിൽ നിന്ന് അപ്പൊ ഒരെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂവി വിളിക്കും. ഞങ്ങള് നിൽക്കണം, ചായ കുടിച്ചു. എന്താ ഒരു പോളാണ്ടപ്പോ ഞങ്ങള് വിചാരിച്ചു പോളോ വന്ന് നമ്മളെ കാറാന്ന് വിചാരിച്ചു. ടെൻഷനാവുന്നു. ഒരുപാട് അവിടെ ഞങ്ങളെ നോക്കിയിട്ടുണ്ടെങ്കിലോ, അല്ലേ നമ്മളവരവിടെ നോക്കിയിട്ടുണ്ടെങ്കിലോ. ഇല്ല, വണ്ടി ഉള്ളോട്ട് കയറ്റിട്ടുണ്ടെങ്കിലോ. ഞങ്ങളങ്ങനെ ഫസ്റ്റ് എത്തിയിരിക്കുകയാണ്. നമ്മളെ കാറാണ് ഇവിടെ ആദ്യം കേറുന്നത്. എല്ലുവിന്റെ കാറ് വന്നിട്ടില്ല. ഹലോ, പശുവിന് പെയിന്റ് കിട്ടില്ലെങ്കിൽ കുപ്പി പെയിന്റ് വാങ്ങി അടിച്ചോ. എന്താ? പശു കിട്ടിയില്ലെങ്കിലേ പെയിന്റ് വാങ്ങി അടിച്ചോ. അതെ, ഞങ്ങള് നോക്കിക്കോളാം. കഴിഞ്ഞോ? ഇന്റെ മോനെ, ശരിക്കും വേണ്ട, ഞങ്ങൾക്ക് പശുവിനെ കിട്ടാത്ത നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പശുവിനോട് മഷിട്ടോക്കി ലാസ്റ്റ് വീടിന്റെ ബാക്കത്തെ ആലയെന്ന് എന്റെ വീടിന്റെ ബാക്കത്തെ 2 വീടിന്റെ ആലയെന്ന് എനിക്ക് പശുവിനെ കിട്ടി. എടാ, അന്ന ടീമിലിടാൻ പാടില്ലേടാ, അതാണ് ഏറ്റവും വലിയ അബദ്ധം. എനിക്ക് പശുവിന് ഒരു പശു എന്ന് പറഞ്ഞാൽ 4 പശുവിനെ എടുത്ത് വന്നിട്ട് 4 കറുത്ത പശുവാണ്. പൊട്ടച്ചോനെ. ഇപ്പൊ അധികം നിൽക്കണ്ട, അങ്ങോട്ട് പോരാ. അല്ല, നായ ക്രോസ് ചെയ്തൊക്കെ കറക്റ്റ് അല്ലേ? ഞങ്ങൾ ആദ്യം നായനെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടാണ് ബാക്കിക്ക് പോയത്. എന്താ ചെയ്യേ? അതും ചെറിയ നായി ഇതൊന്നല്ല, ചൊക്കിളിയല്ല. ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങിണ്ടാവില്ലടാ. ഇല്ല, കാനിക്കോർസ് ഒരു ചെക്കൻ റോഡ് കടന്ന് പോകുമ്പോ ഓനോട് പറഞ്ഞു റോഡ് എന്നിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടാണ് ബാക്കിക്ക് ഇരുന്നത്. ആർക്കാടാ ഭാഗ്യം? ശരി, മതി മതി, കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട. അതൊക്കെ ചെയ്യണം. എവിടെ എത്തി? അതൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങള് വന്നിട്ട് അങ്ങനെ ഗൈസ് ഒരു വിന്നർ ആയിരിക്കുകയാണ്. വളരെ മെച്ചപ്പെട്ട ഞങ്ങൾ തകർന്നു പോയി. അവസാനം ഞങ്ങൾ ഒരു 25 മിനിറ്റ് പശുവിനെ തപ്പി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ആ സമയത്തിന് നമുക്ക് എന്താ പറയാ, എങ്ങോട്ടാ പോകേണ്ട സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. ഇപ്പോഴും പശുവിനെ കിട്ടിയിട്ടില്ല. ഇപ്പോഴും പശുവിനെ കിട്ടിയിട്ടില്ല.
ഇനി ഒരു പോസിബിലിറ്റി ഉണ്ട്, അങ്ങോട്ട് വേണേ എടുത്തു നോക്കരുത്. അതാണ് എന്റെ വീടിന്റെ അടുത്തും ആണ്. പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഒരു പശുവിനെ കാണിച്ചു തരുമെന്ന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് പശുവിനെ കാണിച്ചിരുന്നേ കുഴപ്പമില്ല. പക്ഷെ നമ്മളങ്ങനെ ഒരു വീട്ടിലേക്ക് നേരെ കയറി ചെന്ന് അങ്ങനെ അതിനുള്ളൊരു ഇതില്ലാത്തോണ്ട് ഞങ്ങള് പിന്നെ ആ പണിക്ക് നിക്കാത്തതാണ്. അതെ അതെ, വളരെ വിഷമത്തോടു കൂടി നമ്മൾ ഇനി എത്ര കിലോമീറ്റർ ഉണ്ടാവും വീട്ടിലേക്ക് ഇവിടുന്ന്? ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ ഉണ്ട്. ഒരു 9 കിലോമീറ്റർ, ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ ഉണ്ടാവും വീട്ടിലേക്ക്. നമ്മള് വീട്ടിലേക്ക് പശു പോയിക്കൊണ്ടിരിക്കുകയാണ്. പശു ചതിച്ചു. ബാക്കിയെല്ലാം ഞങ്ങള് പക്ക. അതെ, ബാക്കിയെല്ലാം നമ്മള് പോകുന്ന വഴിക്ക് ക്ലിയർ ചെയ്ത്. ഇതാണ് പ്രശ്നം പറ്റിയേ. ഇനി വീട്ടിലോട്ട് പോരുന്ന പറഞ്ഞപ്പോ ഞങ്ങളെ ഹൃദയം തകർന്നു പോയി. ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല ഈ ഒരു സമയത്ത്. ഞങ്ങൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഉള്ളിൽ ജയിക്കുന്നുള്ള ഒരു പ്രതീക്ഷന്റെ വെളിച്ചം എന്റെ ഉള്ളിൽ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല ഗൈസ്. ഒരു 10 മിനിറ്റ് മുന്നേ പശുവിനെ കിട്ടിയിരുന്നേ നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് മുന്നേ പശുവിനെ കിട്ടിയാൽ മതിയേനു. പക്ഷെ കിട്ടിയില്ലല്ലോ. ഇനി പശുവിനെ ഏതായാലും പോകുന്ന വഴിക്ക് നോക്കിയോ, വെട്ടിയിട്ട് പോകാലോ. ആ ഒരു സമാധാനെങ്കിലും ഉണ്ടാവട്ടെ ഗൈസ്. ഏതായാലും ഞങ്ങൾ ചാലഞ്ചിൽ പൊട്ടിയിട്ടുണ്ടെങ്കിലും ആ ഒരു ബ്ലാക്ക് പശുവിനും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ച്. അപ്പൊ ശ്രീ പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഒന്ന് പോയാൽ കേട്ടോ. എന്നാ ചിലപ്പോ കിട്ടും, തൊട്ടടുത്താ. ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ മതി. കിട്ടി. താങ്ക് യു പട്ടെ. ഞങ്ങൾക്ക് അവിടെ തൊട്ടടുത്തൊരു ബ്ലാക്ക് പശു ഉണ്ടായിരുന്നു. എത്ര ബ്ലാക്ക് പശു? ഒന്നല്ല, അവിടെ ഒരുപാട് പശു ഉണ്ട്. മര്യാദക്ക് ആദ്യം ഇവിടെ പോയാ മതി ശ്രീ. എത്രയോ മുന്നേ നമുക്ക് വേണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് വിളിക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും ഞങ്ങൾ അവിടെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് എത്തിയായിരുന്നു. എത്ര പശു ഉണ്ടെന്ന് അറിയാം അവിടെ ബ്ലാക്ക്. അത് ഇത്രയും തൊട്ടടുത്ത്. അവിടെ പോയിട്ട് അവിടെ ഫ്രണ്ടില് വളർത്താനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്ലാക്ക് പശുവിനെയും കണ്ടു ഗൈസ്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതാവും ഗൈസ്, ബ്ലാക്ക് പശു. അതിനെയും കിട്ടി, എല്ലാം കിട്ടി. പക്ഷേ നമ്മൾ തോറ്റു. വളരെ വിജയകരമായി നമ്മൾ തോറ്റിരുന്നു. അതെ, നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ കുഴപ്പമില്ല. വരൂ കടന്നു വരൂ. ഞങ്ങൾക്ക് പശുവൊക്കെ മുന്നിൽ വന്ന് നിന്നു പൊരുതാതെ. അല്ല ഞങ്ങൾ എന്താ പറഞ്ഞോ? തോറ്റില്ല, ഞങ്ങള് പൊരിഞ്ഞ ജയിച്ചു. എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാം. അതെ ഗൈസ്, എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അതെ, ചെക്ക് ചെയ്യണം. ഒന്ന് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. എല്ലാത്തിനും 2-3 സാധനം ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓ, അങ്ങനെ ഗൈസ് നമ്മൾ ചാലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ പൊട്ടി വരെ ഞങ്ങൾ ടീം ടീം ബി ജയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പൊരുതി തോറ്റതാ. അതെ, ഇപ്പൊ പൊരുതിയിട്ടുണ്ടോ? ഞങ്ങൾക്കറിയാം നല്ല ബുദ്ധിമുട്ടുള്ള ടാസ്കുകളായിരുന്നു. ഞങ്ങളത് പറയുകയാണെങ്കിൽ ഈ പശുവിന്റെ മുകളിൽ ഞങ്ങൾക്ക് 20-25-30 മിനിറ്റോളം പോയി. പക്ഷെ സ്റ്റിൽ പശുവിനെ കിട്ടി. മേലെ പോയി ബാക്കിയുള്ള ടാസ്കുകളൊക്കെ ഞങ്ങൾ പശുവിനെ വീട്ടിൽ കയറി പിടിച്ചെടുത്തതാണ്. വീട്ടിൽ കയറി അപ്പൊ നോക്കുമ്പോ അവിടെ പശുവിന്റെ 2 കുട്ടികളും ഫുള്ള് എല്ലാരും ഇങ്ങനെ നിന്നിരുന്നു. പിന്നെ വേറെ കാര്യം, ഞങ്ങള് പശുവിനാണ് നോക്കുന്നിടത്ത് പോത്ത്, ആട്, പട്ടി, കോഴി വരെ കിട്ടി. ഇറങ്ങിയിട്ട് ഒരാളോട് ചോദിച്ചു, ചേട്ടാ ഇത് പോത്താണോ പശുവാണോ? ഒരാള് പോത്താണോ? അതെ, അങ്ങനെ എന്തായാലും 2 ടീമും നന്നായിട്ട് പൊരുതി. ഞങ്ങൾക്ക് പൊരുതിയതിൽ ഒരു ഒറ്റ പശുവിന്റെ കാര്യത്തിൽ കുറച്ച് ലാഗായി പോയി. അങ്ങനെ ഗൈസ് ഇവര് വിജയിച്ചതായിട്ട് അറിയിക്കുകയാണ്. ടീം വെച്ചിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നത്. ആരെയൊക്കെ അയക്കണ്ടേ? 3333 രൂപ വെച്ചിട്ട് ഓരോരുത്തർക്ക് ഇന്ന് രാത്രി ഒരു സിനിമ കൊണ്ടുപോയി. അപ്പൊ ചെലവ് മൊത്തം വരും. നല്ല രസമുണ്ടായിരുന്നില്ലേ ചെയ്യാൻ? ഭയങ്കര ടെൻഷൻ. ഞങ്ങൾ വിചാരിച്ച പേരെ എത്തിയത്. നിങ്ങൾ എത്തില്ലയെന്ന് അറിയാൻ വേണ്ടിട്ട് ഞങ്ങള് ഡോഗിന്റെ ഒരു സാധനത്തെ ഞങ്ങളെ വിളിച്ചു. അതൊക്കെ ഞങ്ങൾക്ക് അതിന് ശേഷം മനസ്സിലായി. ഒച്ച വന്നു, അതിനിടെ സംസാരിച്ചു. എന്തായാലും നല്ല അടിപൊളി ടാസ്കുകളായിരുന്നു ഗൈസ്. നല്ല അടിപൊളി ചാലഞ്ച് ആയിരുന്നു. നമുക്ക് ഈ ടീം വെച്ചിട്ട് ഒന്നും കൂടെ ഈ ചാലഞ്ച് ചെയ്യണം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.